ഇന്നത്തെ വാർത്താ സംവാദം ആരംഭിക്കുകയാണ്. മണിക്കൂറുകൾ എണ്ണി കേരളത്തിലെ വോട്ടർമാർ കാത്തിരിക്കുന്നു. കഴിഞ്ഞ 1.5 മാസ കാലയളവിൽ രാഷ്ട്രീയ പാർട്ടികൾ, മുന്നണികൾ കേരളത്തിൽ നടത്തിയ ചർച്ചകൾ, ആശയ സംവാദങ്ങൾ, അതിനുമപ്പുറത്തേക്ക് ഭരണം രാജ്യത്ത് വിലയിരുത്തപ്പെടുന്ന നിലയിലേക്ക് ഇനി മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ വിധി നിർണ്ണയിക്കാൻ കേരളം തയ്യാറായി നിൽക്കുന്നു. 3 പാർട്ടികളുടെയും അല്ലെങ്കിൽ 3 മുന്നണികളുടെയും പ്രധാന നേതാക്കൾ നമ്മളോടൊപ്പം ഇന്ന് വാർത്താ സംവാദത്തിൽ ചേരുന്നു. ജനാധിപത്യത്തിന്റെ ഉത്സവം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ തന്നെയാണ് മലയാളികളും. ഗൗരവമുള്ള ഒരു ആവേശം കൂടിയാണ് അത്. ഈ ഘട്ടത്തിൽ വാർത്താ സംവാദം പരിശോധിക്കുകയാണ് മുന്നണികളുടെ ധാരണകൾ, അവസാനവട്ട കണക്കുകൂട്ടലുകൾ, അവസാന നിലപാടിന്റെ വ്യക്തത കൂടി പരിശോധിക്കപ്പെടുന്നു. ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നു CPIM നേതാവ് M. വിജയകുമാർ, PM സുരേഷ് ബാബു കോൺഗ്രസ്, നാരായണൻ നമ്പൂതിരി BJP, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ M. ജയചന്ദ്രൻ. ആദ്യം ഞാൻ M. ജയചന്ദ്രനിലേക്ക് പോകുന്നു. M. ജയചന്ദ്രൻ, വലിയ ആവേശത്തിലാണ്. മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള കൊട്ടിക്കലാശം, ആവേശപൂർവ്വമുള്ള പ്രചരണങ്ങൾ, തെരഞ്ഞെടുപ്പ് പരിശോധനകളൊക്കെ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ നടന്നു. പക്ഷേ ഇന്ന് ഈ സമയം വളരെ നിർണായകമാണ്. പ്രേക്ഷകർ വിലയിരുത്തുന്നു, അല്ലെങ്കിൽ സാധാരണക്കാരനായ പൗരൻ വിലയിരുത്തുന്നു നാളെ പോളിംഗിന് മുമ്പുള്ള മനസ്സിന്റെ അവസാനവട്ട തീരുമാനം. അവിടെ ഞാൻ മുന്നണികളിലേക്കും പാർട്ടികളുടെയും നിലപാട് ചോദിക്കുന്നതിന് മുമ്പ് M. ജയചന്ദ്രൻ, താങ്കളോട് ചോദിക്കുന്നത്, മുൻപെങ്ങുമില്ലാത്ത വിധം കേരളത്തിൽ മതവും വിശ്വാസവും ജാതിയും കേരളത്തിന്റെ അല്ലെങ്കിൽ സാക്ഷര രാഷ്ട്രീയത്തിനു മേൽ കടന്നു കയറിയിട്ടില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ? അതിന്റെ വസ്തുത ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയാമോ ഈ വാർത്താ സംവാദത്തിന്റെ തുടക്കത്തിൽ? നടന്നുവരുന്നു. ഈ 17ാം ലോക്സഭയിലേക്കുള്ള കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുഴുവൻ ദിനങ്ങളും എന്താണ് നമ്മളിവിടെ പ്രധാനമായിട്ട് കണ്ടത് എന്ന് ചോദിച്ചാൽ, ഹിന്ദു മതവും ഹിന്ദു സംസ്കാരവും അഗാധമായ പ്രതിസന്ധിയും നേരിടുന്നു. ഈ ഹിന്ദു മതത്തിന്റെ പ്രതിസന്ധിയും ഹിന്ദു സംസ്കാരത്തിന്റെ പ്രതിസന്ധിയും സൃഷ്ടിച്ചത് കേരളം ഭരിക്കുന്ന LDF സർക്കാരാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ള പ്രചണ്ഡമായ ഒരു പ്രചാരണം അഴിച്ചുവിടാനാണ് പ്രധാനമായിട്ടും ശ്രമിച്ചു കണ്ടത് ഈ തെരഞ്ഞെടുപ്പിലുടനീളം. എന്നാൽ ജനങ്ങൾ അതിനെ എങ്ങനെയാണ് കണ്ടത്, എങ്ങനെയാണ് വ്യവച്ഛേദിച്ച് തിരിച്ചറിവോടെ മനസ്സിലാക്കിയത് എന്നുള്ള നാളുകളാണ് ഈ തെരഞ്ഞെടുപ്പ് സമ്മേളനങ്ങൾ ഉടനീളം കടന്നുപോയത്. ശബരിമലയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 28 വന്ന കോടതി വിധിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതാണ് ഹിന്ദു മതത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്, ഹിന്ദു സംസ്കാരത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന പ്രതീതി സൃഷ്ടിക്കാനും അതുവഴി ഒരുപാട് രാഷ്ട്രീയ ലാഭങ്ങൾ, രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചത് BJP ആണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുവേണ്ടിയാണ് ശബരിമല കർമ്മസമിതി ഉണ്ടാക്കിയത് എന്നും കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാം, കേരളത്തിന് പുറത്തുള്ളവർക്കും അറിയാം. അത് ആദ്യഘട്ടത്തിൽ ഇതിനോട് മിതത്വം പാലിച്ച്, സംയമനം പാലിച്ച് ഇത് കോടതി വിധിയാണ് അംഗീകരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ സംഘപരിവാർ നേതാക്കന്മാർ, BJP നേതാക്കന്മാർ, പിന്നെ കോൺഗ്രസ് നേതാക്കന്മാർ ഒക്കെ അടക്കമുള്ള എല്ലാവരും പിന്നീട് അത് രാഷ്ട്രീയ നേട്ടത്തിന്റെ, ലാഭത്തിന്റെ കണക്കിലേക്ക് കൂട്ടിച്ചേർക്കാനാണ് ഉടനീളം ശ്രമിച്ചു കണ്ടത്. പക്ഷേ ഈ പ്രശ്നം, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രശ്നം, അതായത് നമ്മൾ പറയുന്നത് സമ്മതിദാനാവകാശം, വോട്ടവകാശം എന്താണ് വോട്ടവകാശം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന, വോട്ടവകാശം എന്ന് പറയുന്നത് രാജ്യത്തോടുള്ള കടമയാണ് എന്ന പ്രാഥമികമായ ധാരണയിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും നന്നായി ശ്രമിച്ചു കേരളത്തിൽ. ആര് ശ്രമിച്ചു എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ കഴിയും, അത് ഇടതുപക്ഷമാണ് ശ്രമിച്ചത്. രാഷ്ട്രീയമാണ് അവർ പറഞ്ഞത്. ആ രാഷ്ട്രീയത്തിനെ പ്രതിരോധിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാലയിൽ ഉടനീളം വളരെ വല്ലാതെ വിയർക്കുന്ന കാഴ്ചയാണ് മറ്റ് 2 മുന്നണികളിൽ നിന്ന് ഞാൻ കണ്ടത്. അതായത് കൃത്യമായി തെരഞ്ഞെടുപ്പിന് ഉന്നയിക്കേണ്ട ഫോക്കസ് എന്താണ് എന്ന് നിശ്ചയിച്ചത് ഇവിടെ കേരളത്തിൽ തീർച്ചയായിട്ടും LDFന്റെ പക്ഷത്തു നിന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം വർഗീയതയാണ് പ്രശ്നം, വികസനമാണ് പ്രശ്നം എന്നീ 2 വിഷയങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ കേന്ദ്രീകരിക്കാൻ ഇവിടുത്തെ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യം. മറുഭാഗത്ത് UDFന്റെ ഭാഗത്തു നിന്നോട് നോക്കിയാൽ പ്രതിപക്ഷ നേതാവും മറ്റുള്ളവരൊക്കെ ശ്രമിച്ചത് കിഫ്ബി മസാല ബോണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടനീളം ഇടയ്ക്കാൻ ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അത് പെട്ടെന്ന് തന്നെ ധനമന്ത്രിയുടെ വിശദീകരണത്തോടെ പെട്ടെന്ന് തന്നെ ചീറ്റിപ്പോവുകയുണ്ടായി. പിന്നീട് അതിനു മുമ്പ് വന്ന പ്രശ്നമാണ് കൊലപാതക രാഷ്ട്രീയത്തിന്റെ പ്രശ്നം. കൊലപാതക രാഷ്ട്രീയത്തിന്റെ പ്രശ്നത്തിന് LDF പ്രതിരോധിച്ചത് പൊതുയോഗങ്ങളുടനീളം 1954 ശേഷം, ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം നടന്ന കൂട്ടക്കൊലയെ ഉയർത്തിക്കാട്ടിച്ചുകൊണ്ടാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ അങ്ങനെ പറയാൻ യാതൊരു അവകാശവുമില്ല. അത് ധാർമ്മികമായോ രാഷ്ട്രീയമായോ
നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് പ്രതിരോധിച്ചത്. ശരി, ഞാൻ എന്തായാലും ഈ വാർത്താ സമ്മേളനത്തിന്റെ തുടക്കം ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അവസാനമായി ഈ വിധി എഴുതാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മലയാളിക്ക് മുന്നിൽ എന്തെങ്കിലും സന്ദേശം, ഒരു വ്യക്തത, കൃത്യത വരുത്താനാകുമോ എന്ന് തന്നെയാണ്. ആ അർത്ഥത്തിൽ ഞാൻ മൂന്ന് മുന്നണിയുടെയും മൂന്ന് പാർട്ടിയുടെയും നേതാക്കളോട് ചോദിക്കാനും വ്യക്തത വരുത്താനും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം ആഗ്രഹിക്കുകയാണ്. ഈ ഘട്ടത്തിൽ LDF കൺവീനർ എ വിജയരാഘവൻ കൂടി ഈ തിരക്കിനോടൊപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏതായാലും ഈ ചോദ്യം വളരെ വ്യക്തമാണ്. വിശ്വാസത്തിന്റെയും മതത്തിന്റെയും പേരിൽ ഈ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന് പറയാൻ ഈ ഘട്ടത്തിൽ പ്രഖ്യാപിക്കാൻ ഈ വാർത്താ സംവാദത്തിലൂടെ തയ്യാറാകുന്ന പ്രതിനിധികൾ, പാർട്ടിയുടെ പ്രതിനിധികൾ ആരൊക്കെ എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രമാണ് അതിന്റെ ഉത്തരം വേണ്ടത്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, കോൺഗ്രസിന്റെ ആ നിലപാട് ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ മതിയാകും. ഒരു വ്യക്തതയാണ് ആവശ്യം തുടക്കത്തിൽ. വിശ്വാസികളും ഒരു സമൂഹത്തിൽ ദോഷം ചെയ്യുന്നവരാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. സമൂഹത്തിന്റെ സൃഷ്ടിയിൽ അവർക്ക് ഒരു പങ്കുമില്ല. ഉള്ളു മനസ്സിലാക്കി ദയവായി പ്രതികരിക്കൂ. നമുക്ക് അക്കാര്യത്തിൽ തർക്കിക്കാൻ സമയമില്ല. നമുക്ക് പൊതുവിലുള്ള ചിത്രങ്ങളിലേക്കാണ് പോകേണ്ടത്. നിസ്സാരമാണ് ഈ ചോദ്യം. ഒരു ജനാധിപത്യത്തിന്റെ അടിത്തറ ഒരിക്കലും മതവും വിശ്വാസവുമാണെന്ന് ഞാൻ കരുതുന്നില്ല. താങ്കൾ പറഞ്ഞതുപോലെ വിശ്വാസികൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്, മതേതരത്വം അതൊക്കെ ഉണ്ട്. ചോദ്യം വളരെ കൃത്യമല്ലേ സുരേഷ് ബാബു? മതവും വിശ്വാസവുമാണോ വോട്ട് പിടിക്കാൻ ഈ ഘട്ടത്തിൽ ആവശ്യം, അല്ലെങ്കിൽ അതാണോ ഞങ്ങളുടെ പ്രഖ്യാപനം എന്ന് ഒരു മുന്നണിയെ പ്രതിനിധീകരിച്ച് പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം. അല്ല, താങ്കൾ എന്നോട് അന്വേഷിച്ചത് വിശ്വാസികളെയും മതത്തെയും ചൂണ്ടിക്കാണിച്ചുള്ള ആളുകളുടെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാനാകുമോ? അങ്ങനെയല്ല, വിശ്വാസികളെ എന്നല്ല ആ വാക്ക്, വിശ്വാസത്തെയും മതത്തെയും എന്നാണ്. അത് തമ്മിൽ വലിയ അന്തരമുണ്ട് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. വിശ്വാസികളെ എന്നതല്ല ഞാൻ ഉപയോഗിച്ച വാക്ക്. വിശ്വാസവും മതവും ഈ വോട്ടിന് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഉപാധിയല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ മാർഗമല്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള സമയമാണോ, കഴിയുമോ എന്ന് മാത്രം. ഇല്ല, ഇതിനകത്ത് ഞാൻ വളരെ വ്യക്തമാണ്. താങ്കൾ ഓരോ സെന്റൻസിലും ഇടപെടുന്നത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. വിശ്വാസം ഈ രാജ്യത്തിന്റെ സാമൂഹ്യ സൃഷ്ടിയിൽ ഒരു തടസ്സവും സൃഷ്ടിക്കുന്നതല്ല. വിശ്വാസം, മതം ഇവയൊന്നും തന്നെ ഈ രാജ്യത്തിന്റെ തപോത്ഥാന മൂവ്മെന്റിലോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ സൃഷ്ടിയിലോ പുനഃസംവേദനത്തിലോ ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റായ പ്രവണതകൾ സൃഷ്ടിക്കുന്നവരല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ വോട്ട് വേണ്ട എന്ന ധാർഷ്ട്യം പറയാൻ കോൺഗ്രസ് പാർട്ടിയോ UDFോ തയ്യാറല്ല. ആ വിശ്വാസം നേരെ മറിച്ച് ചില പാർട്ടികളെ കുറിച്ചും ചില വസ്തുതകളെ കുറിച്ചും ചില തീവ്രവാദ സംഘടനകൾ, ഇത് ഓരോ സമുദായത്തിലും സമൂഹത്തിലുമുള്ള ചില തീവ്രവാദ സംഘടനകളുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഓർമ്മയുണ്ട്, സഖാവ് PM ശങ്കരൻ നമ്പൂതിരിപ്പാട് RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കാരണം എന്താണ്? ആ RSS അന്ന് സമൂഹത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് വിഭജന രാഷ്ട്രീയത്തെയാണ് എന്നതുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനതിനെ ഉൾക്കൊള്ളുന്ന ഒരാളാണ്. അതേപോലെയല്ല വിശ്വാസികളും മതവും ഒരു തരത്തിലും ഒരു സമൂഹത്തിന്റെ വിഭജന പ്രക്രിയയിൽ പങ്കാളികളാകാൻ, അവർ ഈ രാജ്യത്തിന്റെ സമുന്നത സൃഷ്ടിയിൽ പങ്കാളികളാകുന്നവരാണ്. അതുകൊണ്ട് അവരുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ധാർഷ്ട്യം ഐക്യജനാധിപത്യ മുന്നണിക്കില്ല, കോൺഗ്രസ് പാർട്ടിക്കില്ല. ഞങ്ങളത് തിരിച്ചു പോകും. പക്ഷേ പ്രബുദ്ധമായ ഒരു കേരളത്തിൽ ഈ തരത്തിലുള്ള ചർച്ചകളായിരുന്നില്ല വേണ്ടത് എന്ന അഭിപ്രായം എനിക്കുണ്ട്. സുരേഷ് ബാബു, ഏതായാലും ഞാൻ വിശ്വാസികളെ കുറിച്ചല്ല ചോദിച്ചത്, താങ്കൾ അതിലല്ല കൃത്യമായി എന്നോട് പ്രതികരിച്ചതും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാൻ നാരായണൻ നമ്പൂതിരിയിലേക്ക് കൂടി പോട്ടെ. നാരായണൻ നമ്പൂതിരി, അങ്ങനെ ഒരു പ്രഖ്യാപനം BJPയുടെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകുമോ? താങ്കളും ഇതുപോലെ വിശ്വാസികളിലേക്ക് പോകരുത്. വിശ്വാസത്തിന്റെയും മതത്തിന്റെയും ജാതിയുടെയും പേരിലല്ല വോട്ടവകാശം, ജനാധിപത്യത്തിന്റെ ഏറ്റവും സുവർണമായ ഈ അവകാശം രേഖപ്പെടുത്തേണ്ടത് എന്ന് പറയാൻ കഴിയുമോ, പ്രഖ്യാപിക്കാൻ കഴിയുമോ ഈ അവസാന വേളയിൽ? അതിന് മുമ്പ് എന്താ ചർച്ച നടന്ന് ഞാൻ കേട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ല. അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അർത്ഥത്തിലും എല്ലാ കാര്യങ്ങളും ശ്രീ നാരായണൻ നമ്പൂതിരി, ഞാൻ ആദ്യം PM സുരേഷ് ബാബുവിലേക്കാണ് പോയത്. അദ്ദേഹത്തിനോട് ഇതേ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. അതേ ചോദ്യം താങ്കളോടും ആവർത്തിക്കുന്നു. CPIM-നോട് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കും. ഓക്കെ ശരി ഓക്കെ.
അല്ല, സ്വാഭാവികമായി ഒരു വ്യക്തി വോട്ടവകാശം വിനിയോഗിക്കുമ്പോൾ അതിന്റെ പല ഘടകങ്ങൾ, അയാളുടെ വിശ്വാസം, അയാളുടെ രാഷ്ട്രീയ വിശ്വാസം, അയാളുടെ മറ്റ് തരത്തിലുള്ള വിശ്വാസങ്ങൾ, അതെല്ലാം വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണല്ലോ. അതുകൊണ്ട് അത് എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളും ആ വിശ്വാസ സംരക്ഷണവും ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ നിലപാടുകൾ, രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ, ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന വിഷയങ്ങളാണ്. അത് കേവലം രാഷ്ട്രീയം മാത്രമല്ലല്ലോ. മനുഷ്യൻ എന്ന് പറയുന്ന, മനുഷ്യന്റെ ആകത്തുക എന്ന് പറയുന്ന അവന്റെ ആത്മീയമായ വിശ്വാസം, അവന്റെ ഭൗതികമായ സാഹചര്യങ്ങൾ, അവന്റെ രാഷ്ട്രീയമായ നിലപാടുകൾ, ഇതെല്ലാം കൂടിച്ചേരുന്നതാണ് ഒരു വ്യക്തിയുടെ സത്ത പൂർണ്ണമാകുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാര്യങ്ങളും സ്വാധീനിക്കപ്പെടും. അതിന്റെ വിശ്വാസത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ ഒരു വോട്ടർ വിശ്വാസത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ചിന്തയുണ്ടാകാനുള്ള സാധ്യതയില്ല. വിശ്വാസം നിങ്ങളുടെ ഒരു സംവേദന മാർഗം കൂടിയാണ് ഞാൻ ചോദിച്ചത്. അത് മാത്രമാണോ? ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുന്നതാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ച്, ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവിതമൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇതിൽ ബേസ് ചെയ്ത് നിന്നുകൊണ്ടുള്ള ഒരു വോട്ട് ചോദിക്കൽ, അതിനാണോ ആ പ്രഖ്യാപനം തന്നെ ആവർത്തിക്കുകയാണോ? അല്ലല്ലോ, ഞങ്ങൾ വിശ്വാസം മാത്രമല്ല, ഞങ്ങളുടെ വോട്ട് ചോദിക്കൽ കഴിഞ്ഞ 5 വർഷത്തെ മോഡി ഭരണത്തിന്റെ ഭരണ നേട്ടങ്ങൾ ഞങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, വികസന വിഷയങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ടായ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് ഞങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവനുണ്ടായ ഗുണഫലങ്ങൾ ഞങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഭൗതികമായ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടായ വർധനവിനോടൊപ്പം തന്നെ ഓരോ വ്യക്തിയും നേരിടുന്ന വിശ്വാസപരമായ വെല്ലുവിളിയും വ്യക്തമാണ്. LDF കൺവീനർ വിജയരാഘവനിലേക്ക് പോവുകയാണ്. M. വിജയകുമാർ ഇവിടെ ഉണ്ട്. നമ്മുടെ ഒരു പക്ഷെ കേരളം ആകെ ഉറ്റുനോക്കുന്ന നിർണായകമായ ചില മണ്ഡലങ്ങളിൽ കൃത്യമായ നേതൃത്വമായി മാറിയ, അതിന്റെ അനുഭവങ്ങൾ കൂടി നേരിട്ട് ഈ ഘട്ടത്തിൽ നമ്മളോട് പങ്കുവയ്ക്കാൻ കഴിയുന്ന ആളാണ് M. വിജയകുമാർ. താങ്കളിലേക്ക് വരാം. ശ്രീ A. വിജയരാഘവൻ, ഈ നിലപാടുകൾ താങ്കൾ കേട്ടല്ലോ. വ്യക്തമാണോ ഈ നിലപാട്? ഒരു പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിൽ വളരെ ശക്തമായി ഈ ഒരു ആരോപണം, അല്ലെങ്കിൽ രാഷ്ട്രീയ ആശയ സംവാദത്തിനിടയിൽ ഇക്കാര്യം വളരെ സമുചിതമായി ഉയർത്തിയെടുത്തത്. മതവും വിശ്വാസവും അതിനും അപ്പുറത്തേക്ക് സാധാരണക്കാരന്റെ ജീവൽ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം കേരളത്തിൽ ഉണ്ടായോ എന്ന് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. NDA മുന്നണി അതിന് വിരുദ്ധമായി വലിയ നിലയിൽ പ്രവർത്തിക്കുന്നു. രാജ്യത്ത് അസമത്വവും അല്ലെങ്കിൽ വിഘടനവാദവും ഉണ്ടാക്കുന്ന നിലയിലേക്കുള്ള വലിയ സന്ദേശങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതായത് ചുരുക്കി പറഞ്ഞാൽ, ജനങ്ങൾ ജനാധിപത്യപരമായി അവരുടെ അവകാശം രേഖപ്പെടുത്താൻ വേണ്ടി നിർണയിക്കുന്ന ആ നിമിഷത്തെ വക്രീകരിക്കുന്ന നിലയിലേക്ക് വൈകാരികമായി മാത്രം കാര്യങ്ങളെ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായി പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാക്ഷരതയെ അട്ടിമറിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയോ? A. വിജയരാഘവൻ, ഒപ്പം താങ്കളോടും ഞാൻ ഇവരോട് ചോദിച്ച ചോദ്യം ചേർത്ത് വെച്ച് ആവശ്യപ്പെടുകയാണ്. വിജയരാഘവൻ, ഇവിടെ മതവും രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തി ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ UDF-ഉം അതുപോലെ തന്നെ BJP-യും വലിയ തോതിൽ നടത്തിയ ഒരു പരിശ്രമം തെരഞ്ഞെടുപ്പിനെ വിജയരാഘവന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല, എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ M. വിജയകുമാറിലേക്ക് തന്നെ പോകുന്നു. ശ്രീ M. വിജയകുമാർ, ഞാൻ ഈ ചോദ്യം താങ്കൾക്ക് മുന്നിൽ വയ്ക്കുകയാണ്. രണ്ട് മുന്നണികളെയും പ്രതിനിധീകരിക്കുന്ന സമുന്നതരായ നേതാക്കളാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത്. ആ നിലപാട് താങ്കൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞോ? മനസ്സിലാകുന്നുണ്ടോ ആ വാക്കുകൾക്കിടയിൽ നിന്ന് അതിന്റെ രാഷ്ട്രീയം എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? M. വിജയകുമാർ, അവർക്ക് നമ്മളെ ശബ്ദം അവിടെ കിട്ടുന്നില്ല. ഹലോ 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 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയം. വിശ്വാസം ഒരു വിഷയമേ അല്ല. വിശ്വാസം എന്ന് പറയുന്നത് വ്യക്തികൾക്കുള്ളതാണ്. അത് അവരുടെ ഒരു സ്വകാര്യതയാണ്. അതിനെ ഒരിക്കലും രാഷ്ട്രീയമായി കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പരമപ്രധാനമാണ്. അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായ വിഷയം രാഷ്ട്രീയമാണ്. രാഷ്ട്രത്തെയും ജനങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങൾ വിലയിരുത്തുക എന്നതാണ് തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യമായ വിഷയം. ആ രൂപത്തിലാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുമ്പോൾ
ഇന്ന് തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ച് നാളെ പോളിംഗിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞുവെന്നാണ് ആ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തെ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായ 3 ഘടകങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, പ്രധാനം എന്ന് പറയുന്നതാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. വിശ്വാസം അതിലൊരു വിഷയമേ അല്ല. വിശ്വാസം അതിലെ ഒരു വിഷയമാക്കാൻ, വൈകാരികമാക്കാൻ, അതിൻ്റെ പേരിൽ രാഷ്ട്രീയമായ പാപ്പരത്വം വെച്ചാൽ രാഷ്ട്രീയമായി പരാജയപ്പെടുമ്പോഴാണ് വിശ്വാസത്തിൽ അത് മുഖ്യമായി മുറുകെ പിടിക്കുക. ആ രൂപത്തിൽ ഇതിനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയം തന്നെയാണ് ഇന്ന് ഉയർന്നു നിൽക്കുന്നത്. ദേശീയ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും ഇവിടെ വിലയിരുത്തപ്പെടുകയാണ്. ഈ 2 രാഷ്ട്രീയത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെയേറെ മുൻപിലാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കും. ആ രൂപത്തിലാണ് തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞു മുഖ്യമായ 3 ഘടകങ്ങൾ, 3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പ്രധാനപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. 2, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ വോട്ടുകളാക്കി മാറ്റാനുള്ള സംഘടനാ സംവിധാനം. 3, സ്ഥാനാർത്ഥികൾ. ഈ 3 കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലമുണ്ടാവുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ ഞങ്ങൾക്ക് വ്യക്തമായി പറയാൻ സാധിക്കും ഇത് 3ഉം ഒത്തിണങ്ങിയിട്ടുള്ളത് LDFനാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ രൂപത്തിൽ ഒരു വിജയം എന്ന് പറഞ്ഞാൽ ഇതിന് സമാനമായി കാണാൻ സാധിക്കുന്നത് 2004 രാജ്യത്ത് നടന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് ശ്രീ AB വാജ്പേയി ആണ്. കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് ശ്രീ AK ആന്റണിയാണ്. അന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യം പക്ഷേ അതിൽ വ്യത്യാസമുണ്ട്. ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ്, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ് എന്നത് ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ 2004 വാസ്തവത്തിൽ ഈ കേരളത്തിൽ നിലനിൽക്കുന്നത്. 2004 ആവർത്തിക്കും എന്ന കാര്യത്തിലും ഞങ്ങൾക്ക് യാതൊരു സംശയം. ശരി വിജയകുമാർ, താങ്കളിലേക്ക് എത്താം. ഏതായാലും 3 മുന്നണികളോടും ആ നിലയിലുള്ള ചോദ്യം പങ്കുവയ്ക്കുക എന്ന ഉത്തരവാദിത്വമാണ് നിറവേറ്റിയത്. കാരണം അതൊരു പ്രമുഖ ചോദ്യമായി കേരളത്തിലെ സാക്ഷര രാഷ്ട്രീയം ഇപ്പോൾ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, നമുക്ക് ആ കാര്യത്തിൽ നിന്ന് മാറാം. ഇതെന്തായാലും ജനത്തിന്റെ മനസ്സിൽ അവർ തീരുമാനമെടുക്കട്ടെ. വിശ്വാസവും മതവുമാണോ പ്രധാന വിഷയം എന്നത്? വിശ്വാസികൾ എന്നത് ഞാൻ പറഞ്ഞ വാക്കല്ല. അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ M വിജയകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനാധിപത്യത്തിന്റെ ഒരു സാക്ഷരതയ്ക്കുള്ളിൽ വരുന്ന വിഷയമാണോ ഇത് എന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ. അവർക്ക് അത് പരിശോധിക്കാനുള്ള സമയവും സാഹചര്യവും ലഭിച്ചിട്ടുണ്ട്. നിർണായകമായിരിക്കും ആ തീരുമാനം എന്നതും ഗൗരവമുള്ളതാണ്. ഒരു ചരിത്രം രേഖപ്പെടുത്തുകയും ചെയ്യും. സുരേഷ് ബാബു, എങ്ങനെയാണ് BJPയുടെ ഒരു കടന്നുവരവിനെ ഈ ഘട്ടത്തിൽ കാണുന്നത്? കേരളത്തിൽ മത്സരം എങ്ങനെയാണ്? കേരളത്തിൽ മത്സരം LDFും UDFും തമ്മിലാണ്. BJP അതിനകത്ത് ഇപ്പോൾ ഓൾ ഇന്ത്യ പാർട്ടി എന്നുള്ള നിലയിലും ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലും അവർക്ക് മാധ്യമങ്ങളുടെ ഇടയിൽ ഒരു റോള് കിട്ടിയിട്ടുണ്ട്. അവർ ആ മാധ്യമത്തിന്റെ സമൂഹത്തിനടുത്ത് ജീവിച്ചു വരുന്നുണ്ട്. 1-2 നിയോജക മണ്ഡലങ്ങളിൽ അവർ സ്ഥിരമായി അവർക്ക് അവരുടേതായ കോട്ടകളാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം നമ്മളെ തെരഞ്ഞെടുപ്പിന് ശേഷം അത് പൊളിയല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം പുറത്തേക്ക് വരുമെന്ന കാര്യം ഈ കേരളീയ പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായ ധാരണയുള്ളതാണ്. അതുകൊണ്ട് BJP കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP തീരെ വേരറ്റുപോയ ഒരു പാർട്ടിയാണെന്നൊന്നും പറയാനുള്ള ഒരു ധാർഷ്ട്യം ഞാൻ കാണിക്കില്ല. അങ്ങനെയൊന്നല്ല. BJPക്ക് വേരോട്ടമുള്ള ധാരാളം പ്രദേശങ്ങളുണ്ട്. BJP ഇന്ന് ഭരിക്കുന്ന കുറെ സംസ്ഥാനങ്ങളുണ്ട്, രാജ്യം ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് BJP കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP ഒരു നെഗ്ലിജിബിൾ ഫാക്ടർ മാത്രമാണ്. അതുകൊണ്ട് അവർ തമ്മിലുള്ള ആ ഒരു യുദ്ധം ഇവിടെ നടക്കുന്നില്ല. മറിച്ച് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം BJPക്ക് വളരെ വ്യക്തമായിട്ടുണ്ട്. കാരണം അതിന്റെ ഫസ്റ്റ് കാഷ്വാലിറ്റി, കോൺഗ്രസ് ജയിക്കുന്നതിന്റെ ഫസ്റ്റ് കാഷ്വാലിറ്റി സ്വാഭാവികമായും BJP ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം BJPക്കുണ്ട്. ആ BJPയുടെ ലക്ഷ്യത്തിന് പൂരകമായി നിൽക്കുന്ന ഒരു സമീപനമാണ് നിർഭാഗ്യവശാൽ കേരളത്തിൽ നിന്ന് LDFന്റെ ഭാഗത്തു നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം
ഇന്നത്തെ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ഇത്രയും കാലത്തെ പരിശ്രമം കൊണ്ടും CPM ഇതുവരെ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖകരമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കിടക്കുകയാണ്. റീകോയിൽ വരുന്നു. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഒരിക്കലും കേരളത്തിന്റെ സമൂഹത്തിൽ വേണ്ടാത്തൊരു രാഷ്ട്രീയ സംവിധാനമാണ് എന്ന വിശ്വാസം എനിക്കില്ലാത്തത് കൊണ്ട് അവർ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം മാറ്റിവെച്ചുകൊണ്ട് ഈ പൊതു തെരഞ്ഞെടുപ്പ്, ഇപ്പോഴത്തെ 17ാം ലോകസഭയിലെ പൊതു സാങ്കേതിക പ്രശ്നങ്ങളുടെ സമീപനത്തിലേക്ക് എത്താം. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, നേരത്തെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഒരു വ്യക്തത വരുത്തുകയാണ്. ചിലയിടങ്ങളിലെങ്കിലും ചില മണ്ഡലങ്ങളിലെങ്കിലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ അല്ല കാര്യങ്ങൾ എന്ന നിലയിൽ ഒരു പൊതുചിത്രം വരുന്നുണ്ട്. അതായത് BJPയും LDFും, അതായത് NDAയും LDFും തമ്മിൽ ഒരു പോരാട്ടം നടക്കുന്ന നിലയിലേക്ക്, കോൺഗ്രസ് അപ്രസക്തമാകുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ടോ? ഇന്നിപ്പോൾ അവസാനത്തെ മണിക്കൂറുകളാണല്ലോ. കൃത്യമായ ഒരു വിലയിരുത്തൽ, ഒരു രാഷ്ട്രീയ വാഗ്വാദത്തിന് വേണ്ടിയല്ല, കൃത്യമായി താങ്കൾക്കൊന്ന് വ്യക്തമാക്കാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? കൈരളിയുടെയും CPMന്റെയും ഒരു നിലപാട് എന്നുള്ള നിലയിൽ കവിഞ്ഞ് അതിനൊരു പ്രാധാന്യം ഞാൻ കൊടുക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞത് ഇതിന്റെ വസ്തുത തന്നെയാണ്. 3ാം സ്ഥാനത്തേക്ക് UDF മാറിയിരിക്കുന്നു എന്ന വാർത്ത അല്ലെങ്കിൽ എന്ന ഒരു ധാരണ പരത്താൻ താങ്കൾ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഈ ചാനൽ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? UDF അപ്രസക്തമാകുന്നു. ഞാൻ പറഞ്ഞതിനകത്ത് LDFും UDFും തമ്മിലാണ് ഇവിടെ മത്സരം നടക്കുന്നത് എന്നാണ്. നമുക്ക് നോക്കാലോ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ ഒരു മാസം, നാളെ കഴിഞ്ഞാൽ വേറൊരു മാസം കൂടി കാത്തിരിക്കുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് വരും. എന്താണ് CPM ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? CPM ഉദ്ദേശിക്കുന്നത് എന്താണ്? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത് എന്താണ്? കോൺഗ്രസിനെ തകർത്ത് BJPയെ വലുതാക്കി, കോൺഗ്രസിനെ തകർക്കുന്നിടത്ത് നിങ്ങൾ CPM വലുതാവുമെങ്കിൽ, അല്ലെങ്കിൽ CPMന് അവിടെ ഒരു PM സുരേഷ് ബാബു, ദയവായി ഞാനൊന്ന് ഇടപെടുകയാണ്. ഞാനൊരു CPIMന്റെ വക്താവായിട്ടോ അതിന്റെ നിരീക്ഷണമായിട്ടോ താങ്കളോട് ചോദിച്ച ചോദ്യമല്ല. കേരളത്തിൽ ഒരു പക്ഷേ മിക്കവാറും മാധ്യമങ്ങളും അതിന്റെ ഒരു അന്വേഷണത്തിൽ, ഞാൻ സർവേ ഫലങ്ങളോടൊന്നും ഇപ്പൊ ഈ ഘട്ടത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ഒരു പൊതുപരിശോധനയിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും LDFും NDAയും തമ്മിൽ തെരഞ്ഞെടുപ്പ് വരുന്നു, കോൺഗ്രസ് അപ്രസക്തമാകുന്നു, അങ്ങനെ താങ്കൾ എന്നോട് വാദിച്ചാൽ ചില മുൻ ചരിത്രം പരിശോധിച്ചുകൊണ്ട് നമുക്ക് അതിലേക്കൊക്കെ പോകേണ്ടി വരും. ആ നിലയിൽ ഞാൻ തർക്കിക്കാനല്ല ചോദിക്കുന്നത്. അങ്ങനെ ചില പ്രശ്നം എവിടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, UDFന് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിലയിരുത്തലും ഇല്ല, അത്തരമൊരു ശ്രദ്ധയും ഇല്ല. ശരി, വ്യക്തമാണ് ശ്രീ PM സുരേഷ് ബാബു. ശ്രീ A വിജയരാഘവൻ, താങ്കൾ LDFന്റെ കൺവീനർ കൂടിയാണ്. ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥികൾ അനുഭവിക്കുന്ന അതേ മാനസികാവസ്ഥയിൽ ഉള്ള ആളുകളിൽ, ചുരുക്കം ആളുകളിൽ ഒരാൾ കൂടിയായിരിക്കണം താങ്കൾ. ഇത് PM സുരേഷ് ബാബു പറയുന്നു LDFും UDFും തമ്മിൽ തന്നെയാണ് മത്സരം, അതിനും അപ്പുറത്തേക്ക് NDAയും LDFും തമ്മിൽ മത്സരം എന്നൊക്കെ പറയുന്നത് ഒരു CPMന്റെ തന്ത്രപരമായ വാഗ്വാദവും അല്ലെങ്കിൽ പ്രചരണവും ഒക്കെയാണെന്ന് നിസ്സാരവൽക്കരിക്കുകയാണ്. അങ്ങനെ നിസ്സാരമാണോ ആ ചോദ്യം? വിജയരാഘവൻ, എന്താണ് ഈ ഘട്ടത്തിൽ കന്നി വോട്ടർമാരടക്കമുള്ള ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് മുൻപ് LDF കൺവീനർ എന്ന നിലയിൽ ഈ കാര്യത്തിനോട് പ്രതികരിക്കാനുള്ളത്? അല്ല, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് അടിസ്ഥാനപരമായിട്ട് ദേശീയ രാഷ്ട്രീയത്തിലെ പൊതു ധ്രുവീകരണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ പരിമിതികൾ സൃഷ്ടിച്ച പോരായ്മകൾ അനുഭവിക്കുന്ന ഒരു ജനത, അതിനോടുള്ള തീവ്ര പ്രതികരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് LDFും UDFും തമ്മിൽ തന്നെയാണ് പ്രധാനപ്പെട്ട മത്സരം വരുന്നത്. പക്ഷേ നിർഭാഗ്യകരമായൊരു സാഹചര്യം, UDF ഈ മത്സരത്തെ അതിൻ്റെ ശരിയായ രാഷ്ട്രീയ ദിശയിൽ നിന്ന് മാറ്റാൻ BJPയെ പോലെ തന്നെ പരിശ്രമിച്ചു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ വിഷമകരമായ ഭാഗം. ഇപ്പൊ നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ഇവിടെ സംസാരിച്ചപ്പോൾ വിശ്വാസം, ദൈവം, ആചാരം തുടങ്ങിയ പദപ്രയോഗങ്ങളിലൂടെ ഒരു വൈകാരിക തലത്തെ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. കോൺഗ്രസിന്റെ ഒരു പരസ്യത്തിൽ ഞാൻ കാണുകയുണ്ടായി. ആചാരം നഷ്ടപ്പെട്ടാലുണ്ടാവുന്ന വിഷമത്തെക്കുറിച്ചാണ് ആ പരസ്യം കോൺഗ്രസ് തന്നെ നടത്തിയത്. അത് തെരഞ്ഞെടുപ്പ് പരസ്യമായിരുന്നു അത്. അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ നമ്മൾ കാണുന്നുണ്ടായി
ഈ നിലയിൽ ആചാരവുമായി ബന്ധപ്പെട്ട ട്രഡീഷൻ എന്നുള്ള വാക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗം, അത് തയ്യാറാക്കിയ ഒരു പ്രസംഗമാണ് കോൺഗ്രസ്. ആ പ്രസംഗ ശൈലിയിൽ അവര് വിഷയങ്ങളെ ക്രോഡീകരിക്കുമ്പോൾ, അതിന്റെ മുൻഗണന നിശ്ചയിക്കുമ്പോൾ നിർഭാഗ്യവശാൽ മതബോധത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ, വിശ്വാസത്തെ ഒളിച്ചു കടത്താൻ, രാഷ്ട്രീയത്തെ അപനിർമ്മിക്കാൻ പ്രവർത്തിക്കേണ്ടായി. അവിടെ സംഭവിക്കുന്നത് BJP സെറ്റ് ചെയ്ത അജണ്ടയ്ക്ക് ചുറ്റും കോൺഗ്രസ് കൂടി ഒത്തുചേരുന്നു എന്നുള്ള ഒരു അവസ്ഥയാണ്. നിർഭാഗ്യകരമായ കാര്യം, കേരളത്തിൽ BJPയുടെ ഏത് മുന്നേറ്റവും കോൺഗ്രസിന്റെ ഒരു പിൻബലത്തോടു കൂടി മാത്രമേ നടന്നിട്ടുള്ളൂ. ഇപ്പൊ കേരളത്തില് BJPക്ക് ഒരു MLA ഉണ്ട്. BJPക്ക് ഒരു MLA കിട്ടിയത് ആ നിയോജകമണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിക്ക് ജാമ്യസംഖ്യ നഷ്ടപ്പെട്ടപ്പോഴാണ്. അങ്ങനെ ജാമ്യസംഖ്യ നഷ്ടപ്പെടേണ്ട ഒരു നിയോജകമണ്ഡലമായിരുന്നില്ല അത്. തീർച്ചയായിട്ടും കോൺഗ്രസ് നൽകിയ പിന്തുണയിൽ നിന്നാണ്, UDF നൽകിയ പിന്തുണയിൽ നിന്നാണ് BJPക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു MLA സ്ഥാനം കിട്ടിയത് എന്ന മുൻ അനുഭവം നമുക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തേക്ക് എത്താനോ 1ാം സ്ഥാനത്തേക്ക് എത്താനോ BJP ഏത് പരിശ്രമം നടത്തിയാലും അത് വിജയിപ്പിക്കണമെങ്കിൽ UDFന്റെ ഒരു പിന്തുണ കിട്ടണം. സ്വാഭാവികമായിട്ടും ആ നിലയിലേക്ക് കാര്യങ്ങളെ നീക്കാനുള്ളൊരു ശ്രമം നടന്നിട്ടുണ്ട്. പക്ഷെ ഇടതുപക്ഷം നടത്തിയ പരിശ്രമം ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നരേന്ദ്രമോദി സൃഷ്ടിച്ചിരിക്കുന്ന മതാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ വൈകാരിക തലം നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിച്ച് രണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെ രണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. മതന്യൂനപക്ഷത്തെ കടന്നാക്രമിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. മേധാവിത്വമുള്ള ശക്തികൾക്ക് ആരുടെ മേലെയും ആക്രമിക്കാനുള്ള അവകാശമുണ്ട് എന്ന് സ്വയം തീരുമാനിച്ച് അക്രമങ്ങൾ കട്ടഴിച്ചു വിടുന്ന ഒരു പ്രവർത്തന രീതിയാണ് BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് കൈയാളിയത്. ആ പ്രവർത്തന രീതിയുടെ മിനിയേച്ചറുകൾ, കൊച്ചുരൂപങ്ങൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ BJPയുടെ ഭാഗത്തു നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തൊട്ടുമുമ്പുള്ള സന്ദർഭങ്ങളിലെ ചില സമരരംഗത്തും നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളം അതിനപ്പുറത്തേക്ക് വളരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത. നല്ല നിലയിൽ തന്നെ കേരളം 3 കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്നാമതായി നരേന്ദ്രമോദിയുടെ കോൺഗ്രസ് BJPയുടെ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ സൃഷ്ടിക്കുന്ന അപജയത്തെക്കുറിച്ച്, നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ചുള്ള നല്ല ബോധവും കേരളീയ പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് വേളയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു ദുർഗതി, അതിന്റെ സാമ്പത്തിക അടിത്തറയുടെ എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുള്ള വൻ തകർച്ച, കൃഷി, വ്യവസായം, തൊഴിൽ, സാമൂഹ്യമായ മുന്നേറ്റം, സാമൂഹ്യ നീതി, സമ്പത്തിന്റെ തുല്യമായ വിതരണം, ഇവിടെ എല്ലാം കോർപ്പറേറ്റുകൾക്ക് കിട്ടിയ മേൽക്കൈ, അതിസമ്പന്ന നമ്മുടെ രാജ്യത്ത് ആർജിച്ച കരുത്ത്, അവർക്ക് രാജ്യത്തെ കൊള്ളയടിക്കാൻ എല്ലാ വാതിലുകളും തുറന്നു കൊടുത്ത ഒരു കേന്ദ്ര നയം, അതിന്റെ ഒരു തുടർച്ച അത്യാപത്കരമായിരിക്കും നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കുക എന്നതുകൊണ്ട് വലിയ പ്രതിരോധവും ഒരു മാറ്റവും അനിവാര്യമായ ഒരു മേഖലയാണത് എന്ന കാഴ്ചപ്പാടിൽ വിഷയങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇടതുപക്ഷം പരിശ്രമിക്കുകയുണ്ടായി. രാജ്യത്തുണ്ടാവേണ്ട രാഷ്ട്രീയ മാറ്റത്തിൽ ഇടതുപക്ഷം വഹിക്കേണ്ട അതിനിർണായകമായ ഒരു പങ്കുണ്ട്. അവസരവാദപരമായ കോൺഗ്രസ് നിലപാടുകളല്ല, അവരുടെ മാനിഫെസ്റ്റോ രണ്ടും നോക്കിയാൽ കാണാൻ കഴിയും. രാജ്യത്തിന്റെ സമ്പദ്ഘടനയും ആഗോളവൽക്കരണ നയങ്ങളും പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നോക്കിയാൽ ഒരേ തരം മാനിഫെസ്റ്റോ ആണ് BJPയും കോൺഗ്രസും ഇവിടെ വ്യക്തമാണ്. വിജയരാഘവൻ, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ നാരായണൻ നമ്പൂതിരി, കേരളത്തിൽ NDA ഇതുവരെ അക്കൗണ്ട് തുറന്നിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. എന്താണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷ? എങ്ങനെ കാണുന്നു ഈ അവസാന മണിക്കൂറുകളിൽ? ഈ പറഞ്ഞതുപോലെ വിജയരാഘവൻ ചൂണ്ടിക്കാണിച്ചത് LDFന്റെ രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ ആണിയായിരുന്ന ചില കാര്യങ്ങളാണ്. ഇതൊക്കെ താങ്കൾ കേട്ടു കാണുമെന്ന് കരുതുന്നു. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ നിസാരവൽക്കരിക്കുകയായിരുന്നില്ല മതവും വിശ്വാസവും ഒക്കെ ഇവിടെ BJP NDA. കലാശക്കൊട്ടിനൊക്കെ തൊട്ടു മുൻപ് വല്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയി. രാഷ്ട്രീയത്തിനുമൊക്കെ അപ്പുറത്തേക്ക് മതവും വിശ്വാസവും വലിയ അർത്ഥത്തിൽ ഇവിടെ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് കേട്ടു, കേരളം സുപരിചിതമല്ലാത്ത നിലയിൽ. അങ്ങനെയൊക്കെ പോകട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ് ഈ ഘട്ടത്തിൽ ഒരു അട്ടിമറി, വോട്ട് വിഹിതത്തിന്റെ കുതിപ്പ്, ഇതൊക്കെ NDA BJP പ്രതീക്ഷിക്കുന്നുണ്ടോ? ഏതെങ്കിലും മണ്ഡലങ്ങളിൽ അത് പ്രത്യേകിച്ചും പ്രതീക്ഷ നൽകുന്നുണ്ടോ BJPക്ക്, NDA മുന്നണിക്ക്? നാരായണൻ നമ്പൂതിരി. ഒന്ന്, സഖാവ് വിജയരാഘവൻ വളരെ ദീർഘമായി ചില വാക്കുകൾ ഉപയോഗിച്ചു, ചില കാര്യങ്ങൾ പറഞ്ഞു. നാളുകളായി ഇടതുപക്ഷം ഇന്ത്യയിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന നിലപാടുകളും ആശയങ്ങളുമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പക്ഷേ അദ്ദേഹം ഈ ആശയങ്ങൾ ഉന്നയിക്കുന്നതോറും ഇന്ത്യയിൽ നിന്ന് അല്ലാതെ എക്കോ എടുത്തു
ഇന്ത്യയിൽ നിന്ന് ആ പാർട്ടിയും ആ മുന്നണിയും ആ ആദർശവും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ കേരളത്തിൽ മാത്രം ഒതുങ്ങി. ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലും ആ പ്രസ്ഥാനം അപ്രസക്തമാവുകയാണ്. ഇപ്പോ വിജയരാഘവൻ കോൺഗ്രസ് തകരുമ്പോൾ BJP രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. കഴക്കൂട്ടത്ത് സിറ്റിംഗ് MLAക്ക് കെട്ടിവെച്ച കാശ് പോയി കോൺഗ്രസിന്റെ. അവിടെ ജയിച്ചത് CPM-ന്റെ കടകംപള്ളിയാണ്. BJPയെ ഒരു സീറ്റിൽ പോലും വിജയിപ്പിക്കില്ല എന്ന് പറയാൻ AK ആന്റണിയും കോടിയേരി ബാലകൃഷ്ണനും ഒരേ മനസ്സാ. ഈ BJPക്കെതിരായി ഒരുമിച്ച് ചേരുന്ന ഈ രണ്ട് രാഷ്ട്രീയ മുന്നണികൾ, ഒരേ ആശയം അല്ലെങ്കിൽ ഒരേ ലക്ഷ്യം വെച്ചുള്ള ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടിയെയും രാഷ്ട്രീയ നിലപാടുകളെയും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇവരുടെ കാപട്യം തിരിച്ചറിയുന്നുണ്ട്. ഇതാ നോക്കൂ, ഈ രണ്ട് പാർട്ടിയും പ്രധാനമന്ത്രിയായി ഉയർത്തി കാണിക്കുന്നയാൾ ഇന്ന് പരമോന്നത നീതിപീഠത്തിൽ ഞാൻ കള്ളം പറഞ്ഞു എന്ന് പരസ്യമായി പറയേണ്ട ഗതികേടുണ്ടായി. ഏതൊക്കെ പാർട്ടികളാണ് ആരാണ് കള്ളം പറഞ്ഞു പ്രധാനമന്ത്രിയായി ഒരാളെ ഉയർത്തിക്കാട്ടിയത്? നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അൻവർ ആണല്ലോ ഞങ്ങൾ ജയിച്ചാൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണെന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇടതുപക്ഷ കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥി പരസ്യമായി പറഞ്ഞല്ലോ. അല്ല, അതിലേക്ക് അത് പോകണമല്ലോ. അതെല്ലാം കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ അതെല്ലാം വരുമല്ലോ. ശരി, കേരളത്തിലെ രാഷ്ട്രീയം അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ പ്രഗ്യാ സിംഗ് ഠാക്കൂർ അടക്കമുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുവരെ BJP തള്ളി പറഞ്ഞിട്ടില്ല. അതൊക്കെ ഗൗരവമുള്ള തെരഞ്ഞെടുപ്പ് വിഷയങ്ങളാണ്. ചർച്ച ചെയ്തോളൂ. നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് തന്നെ. അതൊക്കെ പരിശോധിക്കട്ടെ. നമുക്ക് ഈ വൈകിയ വേളയിൽ രാഹുൽ ഗാന്ധി ഇന്ന് സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം ചർച്ച ചെയ്യണം. ഇതൊക്കെ ചർച്ച ചെയ്യണം. രാഹുൽ ഗാന്ധി പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ പറഞ്ഞു പോയെന്നാണ്. ഇതേ ആവേശമാണ് BJP നേതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടേണ്ടി വന്നു, ഇടപെടാത്ത സമയത്ത് സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നു. അങ്ങനെയൊക്കെ വലിയ വിഷയങ്ങളുണ്ടായി. ചിലരൊക്കെ തങ്ങളുടെ നിലപാടുകളിൽ ആവർത്തിച്ച് നിൽക്കുന്നുവെന്ന് പറയുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങളുടെ പ്രകടന പത്രിക അടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച ചെയ്യട്ടെ. അതുകൊണ്ട് പക്ഷെ കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായും ഒരു വിശ്വാസം വ്യക്തിപരമാണ് എന്നാണല്ലോ വിജയകുമാർ പറഞ്ഞത്. വിശ്വാസം വ്യക്തിപരമാണെങ്കിൽ ആ വ്യക്തിയാണ് വോട്ട് ചെയ്യുന്നത്. ആ വ്യക്തി വോട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസ ധ്വംസനം ഒരു വിഷയമായി വരും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് മുന്നണികളെയും അപ്രസക്തമാക്കിക്കൊണ്ടുള്ള NDAയുടെ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് കാണാൻ പോകുന്നത്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് മാറി NDA വലിയ വിജയക്കുതിപ്പിലേക്ക് പോകുന്ന തെരഞ്ഞെടുപ്പായി നാളെ മാറുകയാണ്. കേരളം BJPക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ശ്രീ എ വിജയരാഘവൻ നാരായണൻ നമ്പൂതിരി ഉണ്ടാകാൻ പോവുകയാണ്. ശരി, വ്യക്തമാണ്. ഞാൻ നാരായണൻ നമ്പൂതിരിയിലേക്ക് വരാം. ശ്രീ എ വിജയരാഘവൻ, നാരായണൻ നമ്പൂതിരി സൂചിപ്പിച്ച കാര്യങ്ങൾ കേട്ടോ. PV അൻവർ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധിയെ ചൂണ്ടിക്കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പോടുകൂടി LDFും CPIM കേരളത്തിൽ കൂടി അപ്രസക്തമാകാൻ പോകുന്നു എന്നൊരു പടി കൂടി കടന്ന് നാരായണൻ നമ്പൂതിരി ഈ ഘട്ടത്തിൽ പറയുകയാണ്. അല്ല, അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്. അതിൽ തകരാറില്ല. നമുക്ക് അതിരുകളില്ലാതെ ആഗ്രഹിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അത് അദ്ദേഹം ന്യായമായിട്ട് അദ്ദേഹത്തിന് അത് പറയാൻ വേണ്ടി കഴിയും. അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയണത്. നമ്മൾ സാധാരണ ഒരു രാഷ്ട്രീയ തർക്ക പ്രക്രിയയിൽ അത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റും. പക്ഷെ വസ്തുതകളുടെ പിൻബലം വേണം നമ്മളൊരു കാര്യം പറയുമ്പോൾ. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം പ്രധാനമന്ത്രി ആരാവണമെന്നത് സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം രൂപം കൊള്ളുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികൾ BJPയെ പരാജയപ്പെടുത്തിയതിനു ശേഷം ഉണ്ടാവുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികളെല്ലാം ഒന്നിച്ചിരുന്നു കൊണ്ട് തീരുമാനിക്കുന്ന ഒരു മതേതര ഗവൺമെന്റിന്റെ സൃഷ്ടിക്കാണ് മുൻകൈ. അതിനൊരു പ്രധാനമന്ത്രി ഉണ്ടാവും. അത് രണ്ടാമത്തെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ നിലയിലാണ് ഇടതുപക്ഷം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് യഥാർത്ഥത്തിൽ മുൻകൂട്ടി പറയുന്നത് ആ ഉണ്ടാവാനിടയുള്ള ഒരു മതേതര ഗവൺമെന്റിനെ ഗുണം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട്. ആര് പ്രധാനമന്ത്രി എന്നല്ല, ഇവിടെ മതേതര ശക്തികളുടേതായ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുക എന്നതിനാണ് ഇടതുപക്ഷം മുൻകൈ എപ്പോഴും സംബന്ധിച്ച്. ഒരു നിമിഷം വിജയരാഘവൻ, താങ്കളുടെ ഇടപെട്ടെന്ന് ചോദിക്കുകയാണ് നാരായണൻ നമ്പൂതിരി. നമുക്ക് അവസരം പറയൂ. അതെ, ഞാൻ ചോദിച്ചത് വിജയരാഘവൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന രാഷ്ട്രീയ ചിത്രത്തിൽ മതേതര മുന്നണി. സർ, ഏതൊക്കെ പാർട്ടികളാണ് താങ്കളുടെ പറയുന്ന ഈ മതേതര മുന്നണിയിൽ ഉണ്ടാവുന്നത്?
താങ്കൾ പറയുന്ന SP-യും BSP-യും ഉത്തർപ്രദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടുത്ത വർഗീയ സമീപനമുണ്ടല്ലോ. ഏത് പാർട്ടിയാണ് മതേതര മുന്നണിയിൽ താങ്കൾ ഉണ്ട് എന്ന് പറയുന്നത്? ബംഗാളിലെ മമതാ ബാനർജിയാണോ? നിങ്ങളെ മുച്ചൂട് മുടിക്കാൻ നിൽക്കുന്ന മമതാ ബാനർജിയാണോ? നിങ്ങളെ അടുപ്പിക്കാത്ത RJD ആണോ? ഏതാണ് നിങ്ങൾ പറയുന്ന മതേതര മുന്നണി? അത് പറയണ്ടേ? വെറുതെ സ്വപ്നം കണ്ടുകൊണ്ട്, നിങ്ങൾ എന്നോട് പറഞ്ഞതുപോലെ സ്വപ്നം കണ്ടുകൊണ്ടും ആഗ്രഹം കൊണ്ടും പറഞ്ഞു കാര്യമില്ലല്ലോ. നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമായി പറയണ്ടേ, ഇതേ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ ഇന്ന പാർട്ടികളുമായി സഖ്യമുണ്ടാക്കും. അത് പറയണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ ജനങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന വിഷയം കൂടിയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകേണ്ട മതേതര ചേരി. എത്രമാത്രം അത് ശക്തിപ്പെടണം, കേരളത്തിൽ നിന്ന് അതിന് കൊടുക്കാൻ കഴിയുന്ന പിന്തുണയും സന്ദേശവും എന്താകണം. പക്ഷെ അവിടെ വീണ്ടും BJP ബോധപൂർവം സംശയം ഉന്നയിക്കുകയാണോ, ആശങ്ക ഉയർത്തുകയാണോ ഈ ഘട്ടത്തിൽ? വിജയരാഘവൻ, വളരെ കൃത്യമായി BJP-യെ തോൽപ്പിക്കാൻ ഓരോ സംസ്ഥാനത്ത് രൂപം കൊണ്ടിട്ടുള്ള രാഷ്ട്രീയ സഖ്യങ്ങളുണ്ട്. അതിൽ ഞങ്ങൾ എല്ലായിടത്തും ഉണ്ടാവണമെന്നുള്ള വാശിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഏതാനും സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും BJP-യെ തോൽപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒന്നാമത്തെ ആളാരാണോ അദ്ദേഹത്തിന് വോട്ട് നൽകുക എന്നുള്ളതാണ്. ഇതിലൊന്നും യാതൊരു അവസരവാദത്തിന്റെയോ അല്ലെങ്കിൽ അവ്യക്തതയുടെയോ വിഷയമില്ല. ഞങ്ങൾ ആ നിലപാടാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത് ഇടതുപക്ഷം. ഇന്ത്യയിലാകെ സംസ്ഥാനങ്ങളിൽ പലയിടത്തും BJP-യെ തോൽപ്പിക്കാൻ പ്രാപ്തിയുള്ള മുന്നണികൾ രൂപം കൊണ്ടിട്ടുണ്ട്. ഒരു സംശയമില്ല, കഴിഞ്ഞ തവണ 70-ലേറെ സീറ്റ് BJP-ക്ക് കിട്ടിയ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കരുത്തുറ്റ ഒരു മുന്നണി രൂപം കൊണ്ടിട്ടുള്ളത്. അത് SP-യും BSP-യും RLD-യും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള മുന്നണി എന്നത് ചെറിയൊരു മുന്നണിയല്ല. മായാവതിയും മുലായം സിംഗും അഖിലേഷ് യാദവും ഒന്നിക്കുന്നു എന്ന് പറയുന്നത് ചെറിയൊരു മുന്നണിയല്ല. ഞങ്ങൾക്കത് സ്ഥാനമുണ്ടോ എന്നുള്ളതല്ല, അവിടെ BJP തോൽക്കുമെന്ന് ഉറപ്പാകലാണ് പ്രധാനം. ഈ തെരഞ്ഞെടുപ്പിൽ രൂപം കൊണ്ടിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ രൂപം കൊണ്ടിട്ടുള്ള മുന്നണികൾ പലതും BJP-യെ തോൽപ്പിക്കാൻ പ്രാപ്തിയുള്ളതാണ്. BJP-ക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ ഉത്തർപ്രദേശിലും ബീഹാറിലും അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാവാൻ കഴിയുന്ന തരത്തിലുള്ള മുന്നണികൾ രൂപം കൊണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ രൂപം കൊണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ ആ നിലയിൽ മുന്നണികളെ കാണാൻ കഴിയും. എല്ലായിടത്തും CPM ഇടതുപക്ഷവും ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങൾ ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ഞങ്ങൾ മത്സരിക്കുന്ന ഏതാനും സീറ്റുകൾക്ക് അപ്പുറത്ത് ഈ BJP-യെ തോൽപ്പിക്കാനുള്ള പരിശ്രമം എന്നതാണ്. വളരെ വ്യക്തമായ നയമല്ലേ CPI-യും അക്കാര്യത്തിലുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന് അമിതമായി BJP ഇപ്പോ ആഹ്ലാദിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. നമ്മളെല്ലാം ഇവിടെ ഉണ്ടാവുമല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാല് നമ്മളെല്ലാം ചർച്ചകളിലും ഇവിടെ പൊതുസമൂഹത്തിലും പൊതുവിശ്വാസത്തിലും ഉണ്ടല്ലോ. എനിക്ക് ഉറപ്പുണ്ട് BJP-യെ തോൽപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പ്രാദേശിക രാഷ്ട്രീയ സഖ്യങ്ങൾ ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ വരാൻ പോകുന്നത്. ഏതായാലും BJP-യുടെ നയസമീപനങ്ങളെ നാടംഗീകരിക്കില്ല എന്ന് ബോധ്യപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അമിതമായ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ മൗലിക അവകാശത്തൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. വസ്തുതകളുടെ പിൻബലമില്ലാത്ത ഒരു കാര്യമുണ്ട്. ശ്രീ M. വിജയകുമാർ, നേരത്തെ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു പറഞ്ഞതുപോലെയോ നിസ്സാരമായി കണ്ടതുപോലെയോ അല്ല ചില മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനത്തോടുകൂടി അല്ലെങ്കിൽ പ്രാധാന്യത്തോടുകൂടി കേരളമാകെ നോക്കുന്നത്, കേരളത്തിലെ മാധ്യമങ്ങളും സാധാരണക്കാരും ഒക്കെ നോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് മലബാറല്ല, തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ അത് തിരുവനന്തപുരമാണ്. അതിന്റെ പ്രധാന കാരണം, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സുരേഷ് ബാബു നിസ്സാരവൽക്കരിച്ചതുപോലെ അല്ല, നിയമത്തെയൊക്കെ ഒരു അനുഭവമുണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ, അതായത് നിങ്ങളുടെ തന്നെ വാദഗതിയിൽ പരിശോധിക്കുമ്പോൾ ശരിയുമാണ്. കോൺഗ്രസിന് കാലാകാലങ്ങളായി കിട്ടാതിരുന്ന വലിയ കുത്തനെയുള്ള വോട്ടിന്റെ ഇടിവ് അവിടെ ഉണ്ടാകുന്നു. വലിയ അട്ടിമറികൾ ഇവിടെ സംഭവിക്കുന്നു. കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ UDF സ്ഥാനാർത്ഥിക്ക് പോകേണ്ടി വരുന്നു. ഈ നിലയിൽ വരുമ്പോൾ ഒരു NDA LDF പോരാട്ടമാണോ തിരുവനന്തപുരത്ത് നടക്കുക? ന്യൂനപക്ഷം ഇവിടെ എടുക്കുന്ന നിലപാട് നിർണായകമാകുമോ? ആ നിലയിലുള്ള അവസാനവട്ട വിലയിരുത്തൽ, ഒരു പക്ഷേ ഇതിന്റെ ആവേശം മുഴുവൻ തിരിച്ചറിയാൻ കഴിഞ്ഞ, ഈ പ്രവർത്തനങ്ങൾക്കാകെ ഇടതുമുന്നണി തിരുവനന്തപുരത്ത് നേതൃത്വം നൽകിയ ഒരു നേതാവ് കൂടിയാണ് താങ്കൾ, വിജയകുമാർ. കേരളത്തിൽ LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെട്ട തിരുവനന്തപുരവും ഞങ്ങൾ ആ കള്ളിയിൽ, ആ വിഭാഗത്തിൽ തന്നെയാണ് പെടുത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ LDF-ഉം UDF-ഉം തമ്മിൽ, LDF-ന് മുൻതൂക്കമുള്ള ഒരു നിയോജക മണ്ഡലം എന്ന നിലയിൽ LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDF-ന് 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ ട്രിവാൻഡ്രം പാർലമെൻറ്റിലുണ്ട്.
അതിന് ഒരു വർഷം മുമ്പ് 2015 നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ LDFന് 66,000 വോട്ടിൻ്റെ മുൻതൂക്കം ഈ പാർലമെൻറ്റിൽ ഉണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന UDF ആണ്. NDA 3-ാം സ്ഥാനത്താണ്. അപ്പോൾ പൊതുവിൽ അത് തന്നെയാണ് തുടക്കത്തിൽ. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് നേരിട്ട് ഒരു അനുഭവം തന്നെയുണ്ട്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേമം നിയോജക മണ്ഡലത്തിൽ തുടക്കം ഇങ്ങനെ തന്നെയായിരുന്നു. LDFും UDFും തമ്മിൽ തന്നെയാണ്. പക്ഷേ പ്രവർത്തനം മുന്നോട്ട് പോയപ്പോൾ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അതെന്ന് പറയുന്നില്ല, അതിൻ്റെ ഒരു മോഡൽ ആയിട്ട് ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മാറുന്നോ എന്ന് സംശയം. അതിൻ്റെ വ്യക്തമായ സൂചനകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ പരിസമാപ്തിയിലെത്തി. നാളെ പോളിംഗിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് വളരെ പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഒരു മാറ്റം പല പ്രദേശങ്ങളിൽ, ചില നിയോജക മണ്ഡലത്തിൽ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ നേതൃത്വം തന്നെ ഇന്നലെ മെനയാന്നൊക്കെയാണ് അതിൻ്റെ പരസ്യ പ്രചാരണത്തിൻ്റെ അവസാന ദിവസങ്ങൾ. നേതൃത്വത്തെ എവിടെയും കാണാനില്ലാത്ത പ്രദേശങ്ങളുണ്ട്, മണ്ഡലങ്ങളുണ്ട്. പക്ഷേ ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ അതിന് ഒരു ഇവന്റ് മാനേജ്മെൻറ്റോട് കൂടിയിട്ടുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ രൂപത്തിലുള്ള മാറ്റങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ LDF, പിന്നെ UDF, BJP എന്നത് മാറിയിട്ട് LDF കഴിഞ്ഞാൽ NDA 2-ാം സ്ഥാനത്തേക്ക് പ്രകടമായി കടന്നു വന്നിരിക്കുന്നു. കോൺഗ്രസ് ആണെങ്കിൽ UDF പിന്തള്ളപ്പെട്ട് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു കോൺഗ്രസ് BJP സഖ്യം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അനുഭവത്തിൽ നിന്ന് വ്യക്തമാവുകയാണോ? അതായത് പരസ്പര ധാരണയോടുകൂടി ചില മണ്ഡലങ്ങളെ കൈമാറുന്നതിന് വേണ്ടിയോ സഹായിക്കുന്നതിന് വേണ്ടിയോ ഉള്ള അന്തർധാര ഇതിനിടയിൽ വന്നോ? കാരണം ഞാനത് ചോദിക്കാൻ, LDFനെതിരെ ഒരു പക്ഷേ ഇത്ര കാലം ഇല്ലാത്ത നിലയിലുള്ള ഒരു വലിയ കൂട്ടായ അക്രമം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ആശയപരമായ അക്രമം, ഒറ്റപ്പെടുത്താനുള്ള ശ്രമം, പ്രതിരോധമൊക്കെ കൂട്ടായി ഉണ്ടായി. വ്യാജ പ്രചരണങ്ങൾ അടക്കം സോഷ്യൽ മീഡിയയിൽ പരന്നു. അതൊക്കെ അതിജീവിച്ചിട്ടുണ്ടാവണം. കാരണം എല്ലാ പ്രസ്ഥാനങ്ങളുടെയും തീരുമാനിക്കപ്പെട്ട ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇത്തവണ കൃത്യമായി പ്രതികരിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഈ അടൂർ പ്രകാശിനെ സംബന്ധിച്ച് ആറ്റിങ്ങലിലും പത്തനംതിട്ടയിൽ ഒരു സഹായം ഇവിടെ നിന്നുണ്ടാകുമെന്ന നിലയിലേക്കൊക്കെ ചില വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ചില സൂചനകൾ വരുന്നു. ആ നിലയിൽ സ്ഥിരീകരിക്കുന്നുണ്ടോ LDF ഈ ഘട്ടത്തിൽ ഇവിടുത്തെ ഒരു അന്തിമ ചിത്രം വരച്ചിടുമ്പോൾ? കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേമത്ത് ഉണ്ടായത് പരസ്പര ധാരണയാണ്. നേമം നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വോട്ട് അവർക്ക് ലഭിച്ചില്ല. തൊട്ടടുത്ത് ട്രിവാൻഡ്രം അസംബ്ലി മണ്ഡലത്തിൽ BJPയുടെ വോട്ട് അവർക്കും ലഭിച്ചില്ല. ഇതാണ് പരസ്പര ധാരണ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ നിസ്സാരന്മാരല്ല, നേതൃത്വം, അതിൽ പ്രധാനപ്പെട്ട 2 MLA-മാർ, മുൻ മന്ത്രിമാർ തന്നെ ഇതിന് കാർമ്മികത്വം വഹിക്കുന്നു എന്നാണ് പറയുന്നത്. അതുൾപ്പെടെ ഇപ്പൊ ആറ്റങ്ങലിലെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രഹസ്യധാരണ ഇത് പുറത്തു വന്നിട്ടുണ്ട്. അത് ആർക്കും മറച്ചു വയ്ക്കാൻ പറ്റില്ല. ഈ പ്രവർത്തനം ഈ രൂപത്തിൽ പോകുന്നു എന്ന് ഏറ്റവും ആദ്യം മനസ്സിലാക്കിയത് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ ശശി തരൂർ തന്നെയാണ്. 10 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവർക്ക് ഇതിൽ ഇടപെടേണ്ടി വന്നു. പക്ഷേ അതൊന്നും ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. ഇപ്പോൾ ഈ പാർലമെന്റിൽ മത്സരം LDFും NDAയും തമ്മിൽ ആയി കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. വ്യക്തമാണ് ശ്രീ M. വിജയകുമാർ. ശ്രീ M. ജയചന്ദ്രൻ, എങ്ങനെയാണ് താങ്കൾ ഈ ഘട്ടത്തിൽ, ഈ അവസാനവട്ട പരിശോധനയിൽ ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്നത്? LDF തറപ്പിച്ച് പറയുകയാണ് ഈ നിലയിലേക്ക് ഇവിടെ മറിഞ്ഞു പോയിട്ടുണ്ട്, അതായത് അട്ടിമറി സംഭവിച്ചിട്ടുണ്ട്. ചില സഹായങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി LDFനെ പരാജയപ്പെടുത്തുക എന്ന ഏകപക്ഷീയമായ അല്ലെങ്കിൽ ഏകകണ്ഠമായ ഒരു രഹസ്യധാരണയുടെ പ്രവർത്തനം, അതിന്റെ നീക്കങ്ങൾ ചില മണ്ഡലങ്ങളിൽ നടന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഉദാത്തമായ തെളിവായി തിരുവനന്തപുരത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് M. വിജയകുമാർ ഇപ്പോൾ അദ്ദേഹം വരുന്നത് തന്നെ ആ തെരഞ്ഞെടുപ്പിന്റെ പരിശോധനകളിൽ നിന്നാണ്. M. ജയചന്ദ്രൻ, ആനന്ദ്, ഈ ശ്രീ M. വിജയകുമാർ പറഞ്ഞ ആ പ്രശ്നങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റു പ്രധാന ചില 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിലേക്ക് വന്നോളാം.
അത് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പൊതുവിൽ കരുതുന്ന വിഷയങ്ങളൊന്നുമല്ല വാസ്തവത്തിൽ പ്രചരിക്കപ്പെട്ടത് ഈ കഴിഞ്ഞ ഇലക്ഷനിയറിംഗിലുടനീളം. അതായത് ഈ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും മാത്രമേ ഉള്ളൂ കേരളത്തിൽ. ഈ വോട്ടർമാരെ അങ്ങനെ മാത്രമാണോ കാണുന്നത്? അതാണോ വിഷയം? പക്ഷേ യഥാർത്ഥമുള്ള പ്രശ്നം മറ്റൊന്നാണ്. അതിൽ ഏറ്റവും നിർണായകമായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, എല്ലാ മണ്ഡലങ്ങളിലും 40,000-നും 50,000-നും ഇടയ്ക്ക് പുതിയ വോട്ടർമാരുണ്ട്, യുവ വോട്ടർമാരുണ്ട്, കന്നി വോട്ടർമാരുണ്ട്. ഇവരുടെ താല്പര്യം, കാഴ്ചപ്പാട്, ചായ്വ് എങ്ങോട്ടാണ് എന്നുള്ളതാണ് ഈ ഇലക്ഷനെ നിർണ്ണയിക്കാൻ പോകുന്ന ഒരു സുപ്രധാന ഘടകം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ഏറ്റവും ഭാഗ്യവശാൽ ഈ പുതിയ കന്നി വോട്ടർമാർക്ക് ജാതിയോ മതമോ സമുദായമോ വർഗീയതയോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെ വലിയ പുതിയൊരു മുഖം ഇതുവരെ പ്രചരിപ്പിക്കട്ടെ. ഇപ്പം ഈ 4, 5, 6 ഒക്കെ കഴിഞ്ഞു ഒപ്പീനിയൻ പോൾ, അഭിപ്രായ സർവേകൾ, മാധ്യമങ്ങൾ നിരന്തരം വാഴ്ത്തിപ്പാടുന്ന മറ്റു ചില വലതുപക്ഷ വൽക്കരണങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവരുടെ നിലപാട് എങ്ങോട്ടാണ് എന്ന് എന്തുകൊണ്ടാണ് ആരും ചിന്തിക്കാത്തത്? ഈ കന്നി വോട്ടർമാർ ഏതാണ്ട് 10 ലക്ഷത്തോളം വരുന്ന കന്നി വോട്ടർമാരുടെ നിലപാട് എന്താണ്? അവര് ഓരോ മണ്ഡലത്തിനും സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നത് കാണണ്ടേ? ഒന്ന്. രണ്ടാമത്തെ ഏറ്റവും സുപ്രധാന പ്രശ്നം, ശബരിമലയാണ് മുഖ്യ പ്രശ്നം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഘട്ടത്തിലൊക്കെ മറുവശത്ത് ഒരു ദളിത് മുന്നേറ്റം കേരളത്തിൽ ഉണ്ടായത് എന്തേ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു? ഈ മാധ്യമ ചർച്ചകളിലൊന്നും ആ ഒരു വശം എന്തേ വരുന്നില്ല? വളരെ വലിയ ഒരു പ്രത്യേകതയാണ് ഈ ദളിത് മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് വോട്ട് ബേസിൽ. അത് എങ്ങോട്ട് മറിയും എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കാൻ ശ്രമിക്കുന്ന ആർക്കും അതിന്റെ റിസൾട്ടും കണ്ടുപിടിക്കാൻ കഴിയും. അത് വലിയൊരു മാറ്റമാണ്. ഇപ്പൊ അത് പറയുമ്പോൾ പെട്ടെന്ന് തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് വരാൻ കഴിയും. അതായത് കഴിഞ്ഞ 6 മാസമായി എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ 6 മാസമായി ശ്രീ എം വിജയകുമാർ അടക്കമുള്ള നേതാക്കൾ, LDF കൺവീനർ ശ്രീ വിജയരാഘവനെ കൃത്യമായിട്ട് അറിയാമത്, ഏതാണ്ട് 190ഓളം ദളിത് കോളനികളുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ. ഈ ദളിത് കോളനികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു CPM-ന്റെ മറ്റു ജില്ലകളിൽ നിന്ന് വന്ന ഏതാണ്ട് ഒരു 60-70 പേർ ഏതാണ്ട് കഴിഞ്ഞ 6 മാസമായി. വളരെ ബോധപൂർവമാണ് ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് പോന്നിരുന്നത്. ഈ കോളനികളൊന്നും തന്നെ LDF-ന്റെ ഭൂരിപക്ഷ വോട്ടർമാരായിരുന്നില്ല എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ സംഗതി. ആ സ്ഥിതിയൊക്കെ പരിപൂർണമായിട്ടാണ് മാറിയിരിക്കുന്നു. പഴയ കാര്യങ്ങളിലേക്ക് ഈ കോളനികളിലെ വോട്ടർമാർ പോകാൻ താല്പര്യപ്പെടുന്നില്ല. അവർ ബഹുഭൂരിപക്ഷവും, ഞാൻ പറയുന്നത് എൻ്റെ അന്വേഷണത്തിലും അറിവിലും വന്നുവിട്ടിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ 70% മുകളിൽ ഈ കോളനികളിലെ വോട്ടർമാർ ഇപ്പോൾ LDF-നൊപ്പമാണ്. അത് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ റിസൾട്ടിനെ നന്നായി സ്വാധീനിക്കാൻ കഴിയുന്ന പ്രബലമായ ഒരു വോട്ടിംഗ് നിലയാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് വെറുതെ BJP ജയിച്ചു പോകാൻ കഴിയും എന്ന് കരുതേണ്ടതില്ല തിരുവനന്തപുരം മണ്ഡലത്തിൽ. പക്ഷേ ആ ഭീഷണി LDF കാണുന്ന ആ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. മറ്റു മണ്ഡലങ്ങളിലും ഏറിയും കുറഞ്ഞും ഇത് നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി, കഴിഞ്ഞ ആഴ്ച അമിത്ഷാ ഇവിടെ നിന്ന് കേരളത്തിൽ വന്ന് കൊടുത്തിട്ടുള്ള നിർദ്ദേശമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നതോടുകൂടി ദേശീയ തലത്തിൽ BJPക്ക് ചിലതൊക്കെ തെളിയിക്കേണ്ടതുണ്ട്, NDAക്ക് ചിലതൊക്കെ തെളിയിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനം എന്ന അമിത്ഷാ കേരളത്തിലെ NDA നേതൃത്വത്തോട് വിശദീകരിച്ച് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുള്ള സുപ്രധാനമായ സംഗതി, NDAയുടെ വോട്ടുകൾ എത്രയാണോ അത്രയും കാണണം, അത് മറിക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ല, കച്ചവടം ചെയ്യാൻ പാടില്ല എന്നുള്ള ഉറച്ച നിലയാണ് കഴിഞ്ഞ ആഴ്ച അമിത്ഷാ ഇവിടെ വന്ന് ശക്തിയായി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം, വയനാട്ടിലെ സാന്നിധ്യം ദേശീയ തലത്തിൽ BJPക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ബാധ്യതയായിട്ട് തന്നെയാണ് അമിത്ഷാ കേരളത്തിലെ NDA നേതാക്കളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അത് അവർക്ക് പാലിച്ചേ പറ്റുമെന്നുള്ളൊരു നിലയുണ്ട്. പക്ഷേ പരമ്പരാഗതമായി ചെയ്തു പോന്നിട്ടുള്ള ഒരു വോട്ട് മറിക്കലിന്റെ, വോട്ട് കൈമാറ്റത്തിന്റെ ചരിത്രം അത്ര പെട്ടെന്ന് വിസ്മരിക്കാൻ കഴിയില്ല എന്ന് മാവേലിക്കര പോലുള്ള മണ്ഡലങ്ങൾ, മറ്റു ചില എല്ലാ മണ്ഡലത്തിനും ഞാൻ പേര് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല, അങ്ങനെ ചില മണ്ഡലങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ അതൊന്നും പാടില്ല, ഇവിടൊക്കെ വോട്ട് കാണണം എന്നുള്ള നിലയിൽ വരുമ്പോഴേക്ക് അത് കോൺഗ്രസിനെ ബാധിക്കുന്നുണ്ട്.
മൊത്തത്തിൽ നോക്കുമ്പോഴേക്ക് വരുന്നത് ഒരു 10% കോൺഗ്രസ് വോട്ടുകൾ ചോർന്നു പോകാനുള്ള സാധ്യത ചില മണ്ഡലങ്ങളിലൊക്കെ വളരെ പ്രകടമായി വന്നിട്ടുണ്ട്. പക്ഷെ അത് BJPയെ ജയത്തിലേക്ക് നയിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിന്റെ അടിയൊഴുക്കായിട്ട് വർത്തിക്കുമ്പോൾ കേരളത്തിലെ കേരളീയ സമൂഹത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മുമ്പോട്ട് വെച്ചിട്ടുള്ള അടിസ്ഥാനപരമായ നൽകുന്ന ഘടകം എവിടെയൊക്കെയാണ് എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. നാരായണൻ നമ്പൂതിരിയിൽ നിന്ന് അതിന്റെ അവസാനഘട്ട വിലയിരുത്തലും കേൾക്കേണ്ടതുണ്ട്. ശ്രീ നാരായണൻ നമ്പൂതിരി, നോക്കൂ, ഉത്തരേന്ത്യയുടെ കൂടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തവണ കേരളത്തിൽ NDAക്കെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ അതിശക്തമായ ക്യാമ്പയിൻ ഉയർന്നു വന്നത്. അത് ആഹാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അതിൽ, വിശ്വാസത്തിന്റെയും അത് വർഗീയമായ ചേരിതിരിവിലേക്ക് പോകുന്നതിന്റെ കാര്യത്തിലാണെങ്കിൽ അതിൽ, ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്ന കാര്യത്തിലാണെങ്കിൽ അതിൽ, നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ GST, അത് രാജ്യത്ത് വരുത്തിയ പ്രശ്നങ്ങൾ, ഇതൊക്കെ വലിയ അർത്ഥത്തിൽ BJPക്കെതിരായ രാഷ്ട്രീയ ക്യാമ്പയിനായി കേരളത്തിൽ ഉയർന്നു വന്നു. ഇതിനെല്ലാം അതിജീവിച്ച് അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു പ്രബുദ്ധരായ വോട്ടർമാർ ഇതിനെ ഒന്നും കണക്കിലെടുത്തിട്ടില്ല. അതിനും അപ്പുറത്തേക്ക് NDAക്ക് BJPക്ക് കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത ഇടം നൽകുന്ന എന്തൊക്കെയോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നൊരു തോന്നൽ BJPക്ക് ഉണ്ടോ? നാരായണൻ നമ്പൂതിരി, ഈ ഒരു രണ്ടാമതൊരു ഘട്ടത്തിലേക്ക് ചർച്ച പോകുമ്പോൾ ആ ചർച്ച, ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് എനിക്ക് ആ ജയചന്ദ്രനോട് ഒരു വലിയ നമസ്കാരം കൊടുക്കാണ്ട്. അദ്ദേഹത്തിന്റെ കഴിവ് അപാരം തന്നെയാണ്. ഈ അമിത്ഷാ വളരെ രഹസ്യമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോർത്തിയെടുക്കാനുള്ള കപ്പാസിറ്റി, ഞാൻ നിരീക്ഷണ പാടവത്തിന് ഒരു നമസ്കാരം കൊടുക്കാതെ പറ്റില്ല. സർ, ഇത് എവിടുന്ന് കിട്ടിയ വിവരം? ഇങ്ങനെ കള്ളങ്ങൾ പ്രചരിപ്പിക്കരുത്. ഏത് നിരീക്ഷകനാണെങ്കിലും ഒരു 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 തെരഞ്ഞെടുപ്പിൽ സജീവമായി മത്സരരംഗത്തുള്ള അനവധി മണ്ഡലങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയെ ഇല്ലാതാക്കാൻ ഇത്തരം നിരീക്ഷകന്മാർ, രാഷ്ട്രീയ നിരീക്ഷകന്മാർ കേരളത്തിലെമ്പാടുമുണ്ട്. അവരുടെ നിരീക്ഷണ പാഠവുമെല്ലാം ഈ മെയ് 23-ാം തീയതി തകരാൻ പോവുകയാണ്. ഇല്ല, ഞാൻ താങ്കളുടെ ഇടപെടുന്നതല്ല, താങ്കൾ മറുപടി കൊടുക്കൂ. M. ജയചന്ദ്രന് നിരവധി മണ്ഡലങ്ങളിൽ വിജയസാധ്യത ആയിരുന്നു എന്റെ ഞാൻ ഏത് മണ്ഡലം എന്നല്ല ഞാൻ ജയചന്ദ്രൻ പറഞ്ഞത്. ജയചന്ദ്രൻ എന്താ വട്ടിയൂർക്കാവ് മറന്നുപോയോ? അവിടെ TNCMയുടെ പരാതി ഉണ്ടായിരുന്നല്ലോ, അവരുടെ വോട്ട് മറിച്ചു എന്ന്. അവിടെ ജയിച്ച K. മുരളീധരൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നന്ദി പറഞ്ഞല്ലോ അസംബ്ലിയില്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മറന്നുപോയോ? അവിടെ എന്താ CPIയുടെ എന്താ പെയ്ഡ് സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, വിലയ്ക്ക് കൊടുത്ത സ്ഥാനാർത്ഥി. എന്തുകൊണ്ട് CPIക്ക് വോട്ട് കുറഞ്ഞു? ആർക്കാണെന്ന് ഇടതുപക്ഷത്തിന്റെ വോട്ട് കൊടുത്തത്? ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ അല്ലേ അന്ന് 2014 ശശി തരൂർ ജയിക്കുന്നത്? ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട്, ഇതെല്ലാം മറന്നുകൊണ്ട്, ഇതെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് BJPയെ ഒറ്റപ്പെടുത്താൻ, BJPയെ ക്രൂശിക്കാൻ BJP സഖ്യമുണ്ട് എന്ന് ഉള്ള കള്ളപ്രചരണം. ഈ കള്ളപ്രചരണത്തിന്റെ അടിസ്ഥാനം എന്താ? ഇത്രയും കള്ളപ്രചരണം എന്താ വരുന്നത്? 2014 പ്ലീസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ അമിത്ഷാ വോട്ട് മറിക്കരുതെന്ന് പറഞ്ഞാൽ ഒരു അമിത്ഷായും പറയണ്ട. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വോട്ട് പിടിക്കുകയും മാക്സിമം മണ്ഡലങ്ങളിൽ ജയിക്കുകയും ചെയ്യേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ മുന്നണി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ആവശ്യമാണ്. ഞാനൊന്ന് ഇടപെടട്ടെ കാട് കയറി പോകും. അതുകൊണ്ടാണ് അത്തരം ഒരു ആരോപണം ജയചന്ദ്രനെ പോലെ ഒരു നിരീക്ഷണ പടു അത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് അത് വളരെ വ്യക്തമായ ലക്ഷ്യത്തോടെ ഇടതുപക്ഷത്തിന്റെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് ആ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കോടിയേരി ബാലകൃഷ്ണൻ ഉന്നയിച്ച അതേ ആരോപണമാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകന്റെ മേലങ്കി അണിഞ്ഞ ജയചന്ദ്രൻ ഉന്നയിച്ചത്. കോടിയേരി ഉന്നയിച്ചതിന്റെ ഭാഗമായെങ്കിലും ഈ വിഷയങ്ങൾ കൃത്യമായി നാരായണൻ നമ്പൂതിരി ഇപ്പോൾ സൂചിപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം കൃത്യമായി ജനങ്ങളുമായി സംവദിച്ചിട്ടുണ്ടോ? ഇതിനോടകം ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ടുണ്ടോ താങ്കൾ ഇപ്പോൾ ഉന്നയിച്ച LDFനെതിരായ പ്രശ്നങ്ങൾ? കേരളത്തിലെ ജനങ്ങൾ കേരളത്തിൽ നടക്കുന്ന ഓരോ രാഷ്ട്രീയ നിലപാടുകളും തിരിച്ചറിയുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ സഖാവ് പിണറായി വിജയൻ തമിഴ്നാട്ടിൽ, ഞാനത് പറഞ്ഞിട്ടെ, തമിഴ്നാട്ടിലെ DMK സഖ്യത്തിൽ രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന സ്റ്റാലിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് മിണ്ടാതിരുന്ന പിണറായി വിജയനെ കാണുന്നുണ്ട്. ഇതല്ല ഈ രാഷ്ട്രീയ നാടകങ്ങൾ തിരിച്ചറിയുന്നില്ലേ? ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണെന്ന് സ്റ്റാലിൻ പറയുമ്പോൾ സ്റ്റാലിന്റെ തൊട്ടടുത്ത് നിന്ന് പിണറായി വിജയനല്ലേ
അതല്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതേ രാഹുൽ ഗാന്ധിയുടെ പിന്തുണയോടെയല്ലേ കോയമ്പത്തൂരിലടക്കം മധുരയിലടക്കം CPM-ന്റെ ശ്രീ നാരായണ നമ്പൂതിരി, തീർച്ചയായും താങ്കളുടെ ചോദ്യങ്ങൾ പ്രസക്തമാണ് തന്നെയാണെങ്കിൽ അതിനോട് പ്രതികരിക്കാൻ ബാധ്യതപ്പെട്ടയാളാണ് LDF-ന്റെ കൺവീനർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിലേക്ക് പോകാം. ഞാൻ ചോദിക്കുകയാണ്, ആ ചോദ്യത്തിനെ താങ്കൾ അഡ്രസ് ചെയ്തില്ല. ഉത്തരേന്ത്യയുടെ നിരവധി പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുത്തുകാരുടെ മേൽ നടന്ന, അല്ലെങ്കിൽ വിശ്വാസങ്ങളുടെ പേരിൽ നടന്ന, ആഹാരത്തിന്റെ പേരിൽ നടന്ന, എഴുത്തിന്റെയും വർത്തമാനത്തിന്റെയും പേരിൽ നടന്ന ഒക്കെ കടന്നുകയറ്റങ്ങളെ സംബന്ധിച്ച് വലിയ തോതിൽ ഇവിടെ ക്യാമ്പയിൻ ഉണ്ടായി, രാഷ്ട്രീയ ക്യാമ്പയിൻ. അവിടെ ഒരു കൃത്യമായ മറികടക്കലിന് രാഷ്ട്രീയമായി BJPക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള പ്രതീക്ഷകൾ BJPക്കുണ്ടോ? നോക്കൂ, ഈ കള്ളം പ്രചരിപ്പിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവണം. എഴുത്തുകാരുടെ പേര് നടന്ന ആക്രമണം ആരുടെ ഭരണകാലത്താണ്? 2014 മുമ്പല്ലേ കൽബുർഗി അടക്കമുള്ളവർ വധിക്കപ്പെട്ടത്? ഏത് എഴുത്തുകാരനാണ് BJP-യെയും നരേന്ദ്രമോദിയെയും നഖശിഖാന്തം എതിർക്കുന്ന ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ, ഏതെങ്കിലും ഒരു സോകോൾഡ് സാംസ്കാരിക പ്രവർത്തകൻ ആക്രമിക്കപ്പെട്ടിട്ടില്ല? ഇവർ ആക്രമിക്കപ്പെട്ടത് 2014 മുമ്പ്. ഏതാണ് 2014 മുമ്പല്ലേ കൽബുർഗി അടക്കമുള്ള ആളുകൾ ആക്രമിക്കപ്പെട്ടത്? കോൺഗ്രസ് ഭരിക്കുമ്പോഴല്ലേ? മഹാരാഷ്ട്രയിലും കർണാടകത്തിലും കോൺഗ്രസ് ഭരിക്കുന്നു, കേന്ദ്രവും കോൺഗ്രസ് ഭരിക്കുന്നു. അതെങ്ങനെയാണ് BJP-യുടെ തലയിൽ വയ്ക്കുന്നത്? ഇത്തരം കള്ളപ്രചരണം, ഈ കള്ളപ്രചരണം അല്ല, ഇത് പഴയ കാലമല്ല സാർ. ഇത് നമ്മുടെ വിരൽത്തുമ്പിൽ എല്ലാ വിവരങ്ങളും കാര്യം M. ജയചന്ദ്രൻ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. എന്നാലും താങ്കൾ പറഞ്ഞു നിങ്ങൾ ഗൗരി ലങ്കേഷിന്റെ കൊലയാളികൾ കൽബുർഗിയുടെ കൊലപാതകയാണ് എന്ന് എന്താ പറയുക, കർണാടക സർക്കാരല്ലേ പറഞ്ഞത്? അത് CBIക്ക് വിടാൻ പറഞ്ഞല്ലോ, വിട്ടില്ലല്ലോ. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് ഒരു ഗൗരി ലങ്കേഷാണ് ഈ ഭരണകാലത്ത്, ഒരു ഗൗരി ലങ്കേഷാണ് കൊല്ലപ്പെട്ടത്. ശരി, അത് അറിയപ്പെടാത്ത എത്രയോ ആളുകൾ പശുവിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗത്തിൽ തല്ലുകൊള്ളേണ്ടി വന്നു. നിങ്ങളുടെ ഒരു രോഷവുമില്ല. പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ രാജ്യത്തിനോട് പ്രതികരിക്കണമെന്നും ഇങ്ങനെ ഒരു ആൾക്കൂട്ടാക്രമണം ഈ രാജ്യത്തിന്റെ സംസ്കാരമെന്നും അറിഞ്ഞിരുന്നെങ്കിൽ ആഗ്രഹിച്ച സമയങ്ങൾ ഉണ്ടായിരുന്നു. നാരായണൻ നമ്പൂതിരി, ഒരിക്കലും അത് ഉണ്ടായില്ല. അയ്യോ, ഇത് കൈരളി ചാനലിന്റെ പ്രശ്നമല്ല നാരായണൻ നമ്പൂതിരി. താങ്കൾ വാദിക്കുന്നതിനോട് എന്റെ വളരെ സാമാന്യമായ ഒരു ചോദ്യം യുക്തി വെച്ച് ചോദിക്കുന്നതാണ് നാരായണൻ നമ്പൂതിരി. ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാമെന്ന്, ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാതെ ഒളിച്ചോടാൻ വന്ന ആളല്ല. നിങ്ങളൊരു സെൽഫ് ബോർഡ് അടിച്ചു തന്നതിൽ എനിക്ക് സന്തോഷം. ഏറ്റവും കൂടുതൽ ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായത് കേരളത്തിലാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കൂട്ട കൊലപാതകം നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതല്ലേ ചർച്ച ചെയ്യേണ്ടത്? ഏറ്റവും എവിടെയൊക്കെയാണ് കേരളത്തിൽ ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായതെന്ന് പറയൂ. നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്താ സാർ മധു അടക്കമുള്ള എത്ര ആളുകളുടെ കഥ പറയണം? പത്തനംതിട്ട, പാലക്കാട്, കോഴിക്കോട്, ഇതൊന്നും നിങ്ങൾ ആൾക്കൂട്ട കൊലപാതകമായി കാണുന്നില്ലേ? ശ്രീ എ. വിജയരാഘവൻ, കൊലപാതകം ആൾക്കൂട്ട കൊലപാതകം. താങ്കളോട് അടക്കമുള്ള വളരെ നിർണായകമായ ചില ചോദ്യങ്ങളോടൊപ്പം ഇപ്പോൾ രാഷ്ട്രീയമായി ഇവിടെ കേരളത്തിൽ ഇതുവരെയും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന എല്ലാം അങ്ങനെയേ അല്ല എന്നാണ് നാരായണ നമ്പൂതിരി പറയുന്നത്. അസത്യം പറയുന്നു, കള്ളം പ്രചരിപ്പിക്കുന്നു എന്ന് ഈ ഘട്ടത്തിലും അദ്ദേഹം പറയുകയാണ്. തറപ്പിച്ച് പറയുകയാണ് BJP-യുടെ നിലപാടായി. വിജയരാഘവൻ, ഇത് BJP-യുടെ നിലപാട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കുറെ കാലമായി കേരളം കണ്ടുപോന്നിട്ടുള്ള കാര്യമല്ലേ. BJP-യുടെ വോട്ട് എപ്പോഴും കേരളത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ളത് നാട് പല സന്ദർഭങ്ങളിൽ അനുഭവിച്ചതാണ്. ഇവിടെ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ വളരെ ശാന്തമായിട്ട് കേട്ടിരുന്നല്ലോ. നമ്മളെ മനോഹരമായിട്ട് നിങ്ങൾ ആക്ഷേപിച്ചു. ആരോപണം ഇതില് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ എത്ര അനുഭവങ്ങളുണ്ട്. KG മാരാരുടെ പുസ്തകമില്ലേ, നമ്മളുടെ വടകരയുടെ ഓർമ്മകളില്ലേ, നമ്മുടെ ബേപ്പൂരിന്റെ ഓർമ്മകളില്ലേ, പൊതുസ്ഥാനാർത്ഥി നിർത്തി എത്ര അനുഭവങ്ങളുണ്ട്. ഇപ്പൊ തന്നെ പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പിൽ എത്ര അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്.
കേരളത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. BJPയും UDFും തമ്മിൽ സഖ്യമുണ്ടാക്കിയത് പെർമനന്റ് സഖ്യം നിലനിർത്തിയ പല പ്രദേശങ്ങളും കേരളത്തിലുണ്ട്. നമ്മൾ അതിന്റെ ഒരു വിതർക്കങ്ങളുടെ സമയമല്ലത്. അത് ഇഷ്ടംപോലെ നമുക്ക് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിന്റെ ഒരു 4 ഇരട്ടി ഞാൻ തിരിച്ചങ്ങോട്ട് ചൂണ്ടിക്കാണിക്കാൻ എന്റെ കൈവശമുണ്ട്. ഇവിടെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട വിഷയത്തിൽ നമ്മൾ കണ്ട നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, നിങ്ങളുടെ ഈ വാദങ്ങളൊന്നുമില്ല കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. വസ്തുതകളുണ്ട് കേരളത്തില്. BJP എല്ലാ കാലത്തും അവസരവാദപരമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചു പോന്നിട്ടുണ്ട് കേരളത്തിൽ എന്നൊരു വസ്തുതയാണ്. നിങ്ങൾ ഇത്തവണ സ്വീകരിക്കുന്നില്ലെങ്കിൽ നല്ല നിങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യും എന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ഞങ്ങൾക്കതിന് വിരോധമൊന്നുമില്ല. നിങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് തന്നെ, ഞങ്ങൾക്ക് എന്താ വിരോധം? ഇതല്ലല്ലോ കാര്യം. ഇവിടെ നമ്മളുടെ മുന്നിലെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ പോലും അത്തരം ഒട്ടേറെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾ UDFുമായി ബന്ധപ്പെടുത്തി ഉണ്ടാക്കിയ സഖ്യങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ തവണ രാജഗോപാൽ ജയിച്ചത്, അതിന്റെ പ്രതിഫലം എവിടേക്കാണ് BJP തിരിച്ചു നൽകിയത്, ഇതൊക്കെ രേഖയായിട്ട് കേരളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഞങ്ങളെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. മുരളീധരനാണ് അത് സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് ഞങ്ങൾക്കറിയില്ലേ, ഞങ്ങൾ പരിശോധിക്കില്ലേ? ഞങ്ങളുടെ എല്ലാ മണ്ഡലത്തിലും ഞങ്ങൾക്കൊരു പരാജയം ഉണ്ടായാലും അത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കുന്ന ഒരു പ്രസ്ഥാന ഇടതുപക്ഷം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസുമായിട്ടുള്ള ഞങ്ങളുടെ നിലപാട്, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ എതിരാളി കേരളത്തിൽ UDF ആണ്. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. UDFിന്റെ ഏതെങ്കിലും ഒരു അവസരവാദത്തെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? നിങ്ങളുമായി സഖ്യമുണ്ടാക്കുന്ന UDF നിലപാടുകളെ കൃത്യമായി സമൂഹത്തിൽ തുറന്നു കാണിക്കുക എന്നുള്ള നിലപാടല്ലേ ഞങ്ങൾ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. രാഹുൽ ഗാന്ധി പോലും ഒരു BJP മത്സരിക്കുന്ന സീറ്റിൽ മത്സരിക്കുന്നില്ല കേരളത്തിൽ എന്നതിന് രാഹുൽ ഗാന്ധിയെ ഏറ്റവും കാർക്കശ്യത്തോടു കൂടി വിമർശിക്കുന്നത് ഞങ്ങളല്ലേ ഈ കേരളത്തിൽ. വല്ല മടി ഞങ്ങൾ അക്കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ അഖിലേന്ത്യാ സെക്രട്ടറി മുതൽ എല്ലാവരും വന്നിവിടെ രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹത്തിന് നിയോജകമണ്ഡലത്തിൽ ഏറ്റവും തീവ്രമായ പ്രചാരവേല ഇപ്പൊ ഇവിടെ നടത്തിയില്ലേ? അത് നമ്മൾ കണ്ടതല്ലേ? വസ്തുതകൾ അവിടെ കിടക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ, ഇടതുപക്ഷം എന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഐഡന്റിറ്റി, വളരെ വ്യത്യസ്തമാണ്. അത് കോൺഗ്രസ് അല്ലാതെ, അത് BJP അല്ലാതെ. ഞങ്ങളുടെ സ്വാധീനത്തെ ഞങ്ങൾ എപ്പോഴും സാധാരണക്കാരായ മനുഷ്യന്റെ താല്പര്യത്തിന് വേണ്ടിയാണ് അത് പരിശോധിക്കുക. നിങ്ങളുടെ നയമല്ല ഞങ്ങൾക്ക്, അതിസമ്പന്നരെ സഹായിക്കുന്ന നിലപാടല്ല ഞങ്ങളുടേത്. ആ നിലപാട് കോൺഗ്രസിനും BJPക്കും ഉണ്ടായതിന്റെ ദുരന്തം രാജ്യം അനുഭവിക്കുകയാണ്. നിങ്ങളുടെ സാമ്പത്തിക നിലപാടുകളെ കോൺഗ്രസിന്റേതും BJPയുടെയും തുറന്നു കാണിക്കുന്ന ഒരു സമീപനമല്ലേ ഞങ്ങൾ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ഇടതുപക്ഷം എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് വലിയ ദേശീയ പ്രാധാന്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഇടതുപക്ഷക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തുക എന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം രൂപം കൊള്ളേണ്ട ഒരു മതേതര മുന്നണി രൂപീകരിക്കുന്നതിലുള്ള കേരളത്തിന്റെ പങ്കാളിത്തമാണ്. ആ മുന്നണിക്ക് വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാവണം. BJPയുടെ തോൽവിക്കൊപ്പം ഉറപ്പാക്കേണ്ടതാണ് സുവ്യക്തമായ സാധാരണക്കാരനെ സഹായിക്കുന്ന ചില രാഷ്ട്രീയ നിലപാടുകൾ. അത് രണ്ടും വെച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷക്കാർ ജയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇതിനെ മാറ്റാൻ ഞങ്ങൾക്കാവുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ അവസരവാദപരമായ സമീപനം BJPയും കോൺഗ്രസും സ്വീകരിച്ചു പോന്ന ഒട്ടേറെ അനുഭവങ്ങൾ നമുക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും അത് കണ്ടിട്ടുണ്ട്. കണ്ടപ്പോഴെല്ലാം അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെടാൻ പോവുകയാണ്. ബാക്കിയൊക്കെ തർക്കപരമായ ഒരു വിശദീകരണം കൊണ്ട് കാര്യം തീരില്ല. നമ്മൾ കൃത്യമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ കണ്ടുപോകണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നല്ല, അനുഭവങ്ങളാണ് വിഷയം. ഇവിടെ പിണറായി വിജയൻ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? മറ്റൊരാൾ പറയുന്നതിൽ ഇടയ്ക്ക് കയറിയിട്ട് പിണറായി വിജയൻ സംസാരിക്കോ? ഇപ്പൊ നിങ്ങൾ സംസാരിച്ചതുപോലെ, അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്ത്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിണറായി വിജയൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റാലിൻ പ്രസംഗിച്ചെങ്കിൽ സ്റ്റാലിന്റെ നയമാണ്. പിണറായി വിജയന്റെ നയം വളരെ കൃത്യമായി CPM പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് വ്യക്തി എന്നുള്ളത് പ്രാധാന്യമുള്ള കാര്യമേ അല്ല. ഇവിടെ BJPയെ തോൽപ്പിച്ച് ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാക്കുക, പാവങ്ങൾക്ക് അനുകൂലമായ ചില നിലപാടുകൾ കേന്ദ്രത്തിലെ പുതിയ ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് ഉറപ്പാക്കുക. ആ മതേതര മുന്നണിയുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവും, അതിലൊന്നും യാതൊരു സംശയമില്ല. എന്നല്ലാതെ ഒരു പ്രത്യേക വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതല്ല ഈ തെരഞ്ഞെടുപ്പ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നിലനിൽക്കണമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യയുടെ മതനിരപേക്ഷത നിലനിൽക്കണമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സ്വാശ്രയത്വം നിലനിൽക്കണമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിസമ്പന്നനെ ഇത് വീതിച്ച് കൊടുത്ത് പാവങ്ങൾ പട്ടിണി കിടന്ന് മരിക്കണമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. രാജ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഈ പ്രാധാന്യമേറിയ ചോദ്യങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമമാണ് ഞങ്ങളുടേത്. ഒരു സംശയക്കാര്യത്തിൽ കരുതണ്ട, കേരളം അതിൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ഇരിക്കുന്നു. ശ്രീ നാരായണൻ നമ്പൂതിരി, നമുക്ക് സമയപരിമിതി ഉണ്ട്. അവസാനമായി നമുക്ക് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനാവുക? ഇവിടെ പറഞ്ഞ കൃത്യമായ ബദൽ അല്ലെങ്കിൽ BJPയുടെ നയങ്ങൾ എന്താണെന്ന് ഈ തെരഞ്ഞെടുപ്പ് അതീവ നിർണായകമായി കണ്ടുകൊണ്ട് തുറന്നു കാണിക്കാൻ LDFന് കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ആയിരിക്കും വിധിയെഴുത്തുണ്ടാവുക എന്ന് പറഞ്ഞാണ് LDF കൺവീനർ ഈ ചർച്ചയിൽ നിന്ന് വിടവാങ്ങിയത്. താങ്കൾക്ക് കൂട്ടിച്ചേർക്കാം അവസാനമായി.
വിജയരാഘവൻ സഖാവ് പറഞ്ഞത് ഒരു കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നു. ഈ ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ കിട്ടുന്ന എംപിമാരിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നാകും. കാരണം ഒരിടത്തുനിന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഒരു എംപിയെ കിട്ടിയാലും അതായിരിക്കും ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ BJP പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. പിന്നെ വരുന്ന പ്രധാനമന്ത്രി വ്യക്തി അല്ല, ആരെ എന്നുള്ളതല്ല വിഷയം. അവിടെയാണ് നമ്മുടെ ഒരു സംശയം. അവിടെയാണ് തമിഴ്നാട്ടിലെ ഈ ചിത്രവും ഒരു പ്രശ്നമാകുന്നത്. പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും തൊട്ടടുത്ത് നിൽക്കുന്നു. വ്യക്തി ആരെ എന്ന് വിഷയമല്ല എങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാനും നിങ്ങൾ പിന്തുണയ്ക്കും എന്നാണോ അതിൻ്റെ അർത്ഥം? വിജയരാഘവൻ പോയതുകൊണ്ട് ആ ചോദ്യം ഞാൻ ഈ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടുകയാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാനാണ് നിങ്ങൾ പിന്തുണയ്ക്കുമെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത്? ഒരുമിച്ച് മത്സരിച്ചാൽ പോരെ? അപ്പോൾ വ്യക്തിയല്ല വിഷയമെങ്കിൽ ആര് പ്രധാനമന്ത്രി ആയാലും കുഴപ്പമില്ല എങ്കിൽ രാഹുൽ ഗാന്ധിയാകാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. രാഹുൽ ഗാന്ധി. ശ്രീ എം ജയചന്ദ്രൻ, അവസാനമായി നോക്കൂ, ഈ സങ്കീർണതകളിലേക്കാണോ BJP വിരൽ ചൂണ്ടുന്നത്? നമ്മൾ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സങ്കീർണതയിലേക്ക്, ആശയക്കുഴപ്പത്തിൽ നിന്ന് അല്ലെങ്കിൽ കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നത് പോലൊരു തന്ത്രം ഈ BJPയുടെ ഒരു നിലപാടിൽ നിന്ന്. കലക്കവെള്ളം ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരനല്ലേ കേരളത്തിൽ? ഈ കലക്കവെള്ളം ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരനാണ്. ശരി, ശ്രീ എം ജയചന്ദ്രൻ എന്താണ് ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത്? കേരളത്തിലെ ന്യൂനപക്ഷമടക്കം എങ്ങനെ, സാധാരണക്കാരടക്കം BJP ഭരിക്കുന്ന കേന്ദ്രത്തിനെതിരെ അല്ലെങ്കിൽ കേന്ദ്രത്തിന് സപ്പോർട്ട് ചെയ്തോ പിന്തുണ പിൻവലിച്ചുകൊണ്ടോ ഉള്ള കൃത്യമായ നിലപാടെടുക്കാനുള്ള ധാരണയിൽ ഇതിനോടകം എത്തിയിട്ടുണ്ട് എന്ന് തന്നെ താങ്കൾ കരുതുന്നുണ്ടോ ശ്രീ എം ജയചന്ദ്രൻ? അവസാനമായി കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം BJPയുടെ കൂടാണ് എന്ന് ധരിക്കേണ്ടതില്ല. അങ്ങനെയല്ല. അത് അവരെ ബോധ്യത്തിൽ നിന്ന്, അനുഭവത്തിന്റെ ബോധ്യത്തിൽ നിന്ന് ഈ കഴിഞ്ഞ ഇലക്ഷൻ പ്രചരണമാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷം അതുപോലെ തന്നെ ന്യൂനപക്ഷം BJPയുടെ കൂടെ നേരത്തെ തന്നെ ഇല്ല. ഇപ്പോൾ അവരുടെ അരക്ഷിത ബോധത്തിൽ നിന്ന് അരക്ഷിതാവസ്ഥ അരക്ഷിത ബോധമായി മാറുകയും അതിൽ നിന്ന് ഈ തങ്ങളെ ആരാണ് രക്ഷിക്കുക എന്ന് തിരിച്ചറിയുകയും ചെയ്തതോടുകൂടി കൂടുതൽ LDF അനുകൂലമായിട്ടുമുണ്ട്. ഇതാണ് കേരളത്തിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ കണ്ട പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് രംഗത്തെ സമയപരിമിതി കൊണ്ട് കൂടി ഇടപെടുകയാണ്. ഏതായാലും ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് വരാൻ പോകുന്നത്. മണിക്കൂറുകൾ എണ്ണി കേരളം കാത്തിരിക്കുകയാണ് വിധി എഴുതാൻ. വലിയ പ്രചരണ ചൂടാണ് ഇത്തവണ കേരളത്തിൽ അനുഭവപ്പെട്ടത്. സാധാരണക്കാരനെ ബാധിക്കുന്നതും അല്ലാത്തതുമായ നിരവധി പ്രശ്നങ്ങളിൽ കൃത്യമായ ആലോചനയോടെയും വ്യക്തതയോടെയും വേണം നമ്മളെല്ലാം നമ്മുടെ ജനാധിപത്യ അവകാശം നിറവേറ്റാൻ. ഈ നാടിന്റെ മതനിരപേക്ഷത, ഐക്യം, ആരോഗ്യകരമായ രാഷ്ട്രീയം, മാനവികതയിൽ ഉറച്ച് മുന്നോട്ട് പോകേണ്ടതിന്റെ ഈ കാലത്തിന്റെ അനിവാര്യത, ഇതൊക്കെ വീണ്ടും വീണ്ടും മനസ്സിൽ കാച്ചിക്കുറുക്കി വേണം വോട്ടുകൾ കൈവിരലിൽ നിന്ന് പിറക്കേണ്ടത്. ഈ ഗൗരവമുള്ള സന്ദേശമാണ് കൈരളിയുടെ ഇന്നത്തെ വാർത്താ സംവേദം പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. ഈ വാർത്താ സംവേദം പൂർണ്ണമാകുന്നു.